ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുവചന ജപമാല മരിയൻ ധ്യാനം 129 എപ്പിസോഡ്. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 42. അതില് ലുത്തിനിയായില് ഈ വാഴ്ത്തുമൊഴികളുണ്ടല്ലോ, മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തുമൊഴികൾ, അതിൽ 39 അഭയാർത്ഥികളുടെ ആശ്വാസം അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ സാന്ത്വനം, രണ്ടു തരത്തിലും തർജ്ജമ ചെയ്യാറുണ്ട്. അതിപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അത് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ തർജ്ജമ പല പല പുസ്തകങ്ങളും പല തരത്തിലാണ് കാണുന്നത്. അഭയാർത്ഥികളുടെ ആശ്വാസം, കുടിയേറ്റക്കാരുടെ സാന്ത്വനം. സോളസ് ഓഫ് മൈഗ്രൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. സൊളാച്ചിയും മിഗ്രാൻസിയും എന്ന് ലത്തീനില്. ഈ വാഴ്ത്തുമടിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാല് മറിയത്തെക്കുറിച്ചുള്ള ഒരു വചനം മാത്രമല്ല, മറിയത്തിന്റെ ജീവിതം അടിസ്ഥാനമാക്കിയാണ് ഈ വാഴ്ത്തുമടി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഗബ്രിയേൽ മാലാഖയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറിയം ഈശോയെ ഗർഭം ധരിച്ചു കഴിഞ്ഞ് ഉടനെ ചെയ്യുന്ന കാര്യം എന്താണ്? ധൃതിയല് ഇൻ ഹേസ്റ്റ് മറിയം നസ്രത്തിൽ നിന്നും യൂദയാല മലമ്പ്രദേശത്തുള്ള സക്കറിയാസിന്റെയും എലിസബത്തിന്റെ വീട്ടിലേക്ക് പോയി. ഒരു അഭയാർത്ഥിയായിട്ടല്ല പോകുന്നത്, എങ്കിലും ഒരു തീർത്ഥയാത്രയാണത്. കർത്താവിനും വഹിച്ചുകൊണ്ടുള്ള തീർത്ഥയാത്ര, ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്ന് പറയാം. മറിയത്തിന്റെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണത്. അത് കഴിഞ്ഞിട്ട് നസ്രത്തിൽ നിന്നും യൂദയാല മലമ്പ്രദേശത്തേക്ക്. യൂദയാല മലമ്പ്രദേശം 3 മാസം കഴിഞ്ഞ് അവള് നസ്രത്തിൽ തിരിച്ചു വന്നു. 3 മാസം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് ബേത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അതെന്താണ് കാര്യം? അതൊരു അഭയാർത്ഥി പോലെയാണ്. കാരണം ഈ ചക്രവർത്തിയുടെ തീരുമാനമാണ് രജിസ്ട്രേഷൻ. കനീഷുമാരി, നമ്മൾ ജാതി സെൻസസ് ഒക്കെ പറയില്ലേ, അന്ന് ഇതുപോലെ സെൻസസ് ഉണ്ടായിരുന്നു. ആ സെൻസസിന് പല ഘട്ടങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ ഓരോരുത്തരും സ്വന്തം പട്ടണത്തിൽ പേരെഴുതി ചേർക്കണം. ജോസഫിന്റെ പിതൃസ്വത്ത് കിടക്കുന്നത് ബേത്ലഹേമിലാണ്. അപ്പോ മറിയം ജോസഫിനോട് കൂടെ ബേത്ലഹേമിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് ഈശോയെ പ്രസവിക്കുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് പ്രശ്നമുണ്ടായി. ഈ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികള്, ബാബിലോണിയ പേർഷ്യയിൽ നിന്നുള്ള ജ്ഞാനികള് മഹാനായ ഹെരോദസിന്റെ കൊട്ടാരത്തിൽ കയറിയിട്ടാണ് എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ ചോദിച്ചത്. അവരുടെ വിചാരം രാജകൊട്ടാരത്തിലായിരിക്കില്ലോ എന്നാണ്. യഹൂദന്മാരുടെ രാജാവാണല്ലോ. ഈ മഹാനായ ഹെരോദസ് തന്റെ രാജകീയ സിംഹാസനത്തിന് ഇതാ ഒരു അവകാശി, വേറൊരു അവകാശി വന്നിരിക്കുന്നു. അയാൾക്ക് 10 ഭാര്യമാരും അനേകം മക്കളുണ്ടായിരുന്നു ഈ മഹാനായ ഹെരോദസിന്. അതിൽ ചിലവരെയൊക്കെ നമുക്ക് ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹെരോദസ് അർക്കലാവസ്, ഹെറോദസ് അന്തിപ്പാസ്, ഹെറോദസ് ഫിലിപ്പ്, ഇങ്ങനെ പലരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പ് എന്ന പേരിൽ 2 പേരുണ്ട്. അപ്പൊ ഈ മഹാനായ ഹെരോദസിന്റെ പല ഭാര്യമാര്, 10 ഭാര്യമാരുണ്ടായിരുന്നു. 5 ഭാര്യമാരിലെ പല മക്കളെ നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ പരിചയപ്പെടാം. ഈ മഹാനായ ഹെരോദസ് ഒരുപാട് രാഷ്ട്രീയം നിലയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വളരെ ക്രൂരനായ രാജാവായിരുന്നു. ആ ക്രൂരനായ രാജാവ് തന്റെ രാജകീയ സിംഹാസന ഒരു അവകാശി, അത് തന്റെ കുടുംബത്തിലല്ലാത്ത ഒരാൾ അവകാശിയായിട്ട് വരുന്നു കണ്ടപ്പോൾ ഈ ബേത്ലഹേമിലെ ആൺകുട്ടികളെല്ലാം കൊല്ലാനായിട്ട് ഉത്തരവിടുകയാണ്. അപ്പോൾ മാലാഖ ജോസഫിനോട് പറയാണ്, കുഞ്ഞിനെയും അതിന്റെ അമ്മയെ എടുത്തിട്ട് നീ ഓടിപ്പോ. എവിടേക്ക്? ഈജിപ്തിലേക്ക്. ഈജിപ്ത് എന്നും അവർക്ക് പലപ്പോഴും അടിമത്തത്തിന്റെ നാടാണ്, പലപ്പോഴും പ്രവാസത്തിന്റെ നാടാണ്. അങ്ങനെ ഈജിപ്തിലേക്ക് പോകാൻ യെരമിയായും ഈജിപ്തിലേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ ആളുകൾ നിർബന്ധിച്ച് കൊണ്ടുപോയത്. അങ്ങനെ ഈ ഈജിപ്തിലേക്ക് അഭയാർത്ഥിയായിട്ട് പോകേണ്ടി വന്നു തിരുക്കുടുംബത്തിന്. ജോസഫും മറിയവും ഈശോയെ ഉണ്ണീശോ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകുകയാണ്. അവിടെ താമസിച്ച് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഈശോയ്ക്ക് ഏകദേശം 7 വയസ്സുള്ളപ്പോഴാണ് തിരിച്ചു വരുന്നത്. എവിടേക്ക്? ബേത്ലഹേമിലേക്ക് വരികയാണ്. ബേത്ലഹേമില് ഞാൻ പറഞ്ഞല്ലോ, ജോസഫിന്റെ പിതൃസ്വത്ത് അവിടെ കിടക്കണേ. അവിടെ താമസിക്കാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ മഹാനായ ഹെരോദസ് മരിച്ചിട്ട് ഈ യൂദയ ഉൾക്കൊള്ളുന്ന പ്രദേശം കിട്ടിയത് ഹെരോദസ് അർക്കലാവസ് എന്ന് പറഞ്ഞ മഹാനായ ഹെരോദസിന്റെ മകനാണ്. ഭയങ്കര ക്രൂരനായിരുന്നു. അപ്പോൾ അയാളുടെ അവിടെ താമസിക്കുന്നത് മഹാനായ ഹെരോദസിന്റെ രാജ്യത്തിൽ താമസിക്കുന്നതിനേക്കാൾ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ജോസഫ് തീരുമാനം എടുക്കണം, നസ്രത്തിലേക്ക് പോകുകയാണ്. എന്തുമാത്രം അഭയാർത്ഥികളായിട്ടാണ് ഈ തിരുക്കുടുംബം പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ അധ്യായം 1 മുതൽ അവസാനം വരെ 23 വരെ വായിച്ചാൽ ഈ പലതരം അഭയാർത്ഥികളെ കുറിച്ചുള്ള പലതരത്തിലുള്ള അഭയാർത്ഥികളായിട്ട് മറിയവും ജോസഫും ഈശോയും പോകുന്നത് നമുക്ക് അവിടെ കാണാം. ഇതിന്റെ വെളിച്ചത്തിലാണ് ഈ അഭയാർത്ഥികളുടെ ആശ്വാസം, കുടിയേറ്റക്കാരുടെ സാന്ത്വനം എന്നത് കൂട്ടിച്ചേർത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തത് 2020 കൂട്ടിച്ചേർത്ത്.
ഇന്നത്തെ നമുക്കറിയാം, ലോകത്തിലെ പലരും അഭയാർത്ഥികളും കുടിയേറ്റക്കാരും പ്രവാസികളായി ജീവിക്കുന്നു. നമ്മൾ പണ്ട് ഈ ഗുജറാത്തിലുള്ളവരൊക്കെ 16-ാം നൂറ്റാണ്ടിൽ, അതിനു മുമ്പൊക്കെ ടൻസാനിയ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി. നമ്മൾ മാർവാടികൾ എന്ന് പറഞ്ഞവരൊക്കെ. ടൻസാനിയയിൽ ഞാൻ 2 കൊല്ലം അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ആഫ്രിക്കയിൽ. അവിടെ ഏറ്റവും വലിയ പണക്കാർ ഗുജറാത്തി മാർവാടികളാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരെ അവർ പണക്കാരായിട്ടാണ് അവിടെ കാണുന്നതും. അത് പണക്കാരാണ് താനും. പലപ്പോഴും നമ്മളെ ആക്രമിക്കുന്നത് പണം അപഹരിക്കാൻ വേണ്ടിയാണ് അവിടെയുള്ളവർ. അങ്ങനെയുള്ള പിന്നെ നമുക്കറിയാം, കാനഡയിൽ പഞ്ചാബികൾ കുറേയുണ്ട്, അമേരിക്കയിൽ ഗുജറാത്തികളുണ്ട്, മലയാളികളുണ്ട്, ഭാരതക്കാർ ഭാരതീയർ ഒരുപാടുണ്ട്. അപ്പം നമ്മളിങ്ങനെ എല്ലാ കാലത്തും പ്രവാസികളുണ്ട്. എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ പ്രവാസികളായിട്ടുണ്ട്. കുടിയേറ്റക്കാരുണ്ട്, പ്രവാസികളുണ്ട്, കുടിയേറ്റക്കാരുണ്ട്, അഭയാർത്ഥികളുണ്ട്. ഈ പരദേശികളെ സഹായിക്കാൻ അഭയാർത്ഥിയായി ജീവിച്ച മറിയത്തിന് സാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത്. കാരണം തിരുക്കുടുംബം അഭയാർത്ഥികളായിട്ട് പല സ്ഥലത്തും താമസിച്ചിട്ടുണ്ട്. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ വേദശാസ്ത്ര കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? ആരാണ് അയൽക്കാരൻ നമുക്കൊക്കെ അറിഞ്ഞൂടെ? പക്ഷേ അത്ര എളുപ്പമല്ല. നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നത് കൊണ്ട് മാത്രം അയൽക്കാരനാകുമോ? ഇസ്രായേലിൽ സഹ ഇസ്രായേലിയൻ, അതായത് സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അയൽക്കാരെന്നാണ് അവർ കണക്കാക്കണേ. ഇപ്പൊ ഇസ്ലാം സമുദായത്തിൽ ഇസ്ലാമുകൾ മാത്രമാണ്, മുസ്ലിംസ് മാത്രമാണ് അവർക്ക് അയൽക്കാർ, അല്ലെ? അങ്ങനെയല്ലേ പൊതുവെ കണക്കാക്കപ്പെടുന്നത്? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ സഹായങ്ങളെല്ലാം അവരുടെ മതത്തിലുള്ളവർക്കാണ്. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലല്ലോ. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല കണക്കാക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾക്ക് അയൽക്കാരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. യഹൂദർക്ക്, അതായത് കർത്താവിന്റെ കാലത്തെ യഹൂദർക്ക് സഹ ഇസ്രായേലിൽ മാത്രമാണ് അയൽക്കാരൻ. പക്ഷെ ചിലരെല്ലാം അത് എതിർത്തു. നമ്മൾ മറ്റു നാട്ടിൽ പ്രവാസികളായി കഴിഞ്ഞിട്ടില്ലേ, അഭയാർത്ഥികളായി കഴിഞ്ഞിട്ടില്ലേ? ഈജിപ്ത് കഴിഞ്ഞിട്ടുണ്ട്, ബാബിലോണിൽ, പേർഷ്യയിൽ കഴിഞ്ഞിട്ടുണ്ട്, ബാബിലോണിൽ, അസീറിയയിൽ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പ്രവാസികളായും അഭയാർത്ഥികളായും കഴിഞ്ഞപ്പോൾ നമ്മളെ അവർ സ്വീകരിക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ ഇടയിലുള്ള വിദേശികളെയും കണക്കാക്കണ്ടേ? അപ്പൊ അങ്ങനെ ഈ സഹ ഇസ്രായേലിനും നമ്മുടെ ഇടയിൽ താമസിക്കുന്ന വിദേശികളും അയൽക്കാരാണ് എന്ന ഒരു വികസിത സങ്കല്പം കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നു. എന്നാലും അതിൽ ചിലരൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല, സമരക്കാരെ ഉൾപ്പെടുത്താൻ പാടില്ല, അങ്ങനെ ചില വകഭേദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിനാണ് ആരാണ് അയൽക്കാരൻ, അതായത് നമ്മളും നമ്മുടെ കൂട്ടത്തിൽ താമസിക്കുന്ന അഭയാർത്ഥികളും. അങ്ങനെ ഒരു നിർവചനമാണ് കർത്താവിന്റെ കാലത്ത് പൊതുവെ ആക്സെപ്റ്റ് ചെയ്ത് കർത്താവ് അതിനെ തിരുത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ ബംഗാളികൾ എന്ന് പറയുന്ന ഒറീസക്കാരും ബംഗാളികളൊക്കെ ആയിട്ട്, അതായത് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. എനിക്ക് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ പണിയെടുക്കാനായിട്ടെല്ലാം അവരെയാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മൾ കേരളക്കാര് മറ്റു നാടുകളിൽ ജർമ്മനി, അമേരിക്ക, കാനഡ, അങ്ങനെയുള്ള പല സ്ഥലത്തും പ്രവാസികളായും അഭയാർത്ഥികളായും കുടിയേറ്റക്കാരായിട്ട് ജീവിക്കുന്നു. ഈ നമ്മളെ നാട്ടിലെ അതിഥി തൊഴിലാളികളെ കാണുമ്പോൾ നമുക്ക് ചിലർക്കൊക്കെ ഒരു പേടിയുണ്ട്, ഇല്ലേ? ചിലയിടത്തൊക്കെ ചില കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് താനും. ഇതേ വികാരമാണ് നമ്മൾ വിദേശത്ത് താമസിക്കുമ്പോഴും ഇല്ലേ, നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ചെറിയ പേടിയുണ്ടാവും. ഇവര് കളറ് വ്യത്യാസമുണ്ട്, സ്വഭാവം വ്യത്യാസമുണ്ട്, സംസ്കാരം വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം എല്ലാവിടെയും ഉണ്ട്. അത് നമ്മുടെ നാട്ടിലല്ലാത്ത മറ്റേത് നമ്മുടെ നാട്ടിലും പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിലല്ലാത്തടത്തും പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു തുണ വേണം. അഭയാർത്ഥികളായും പ്രവാസികളായും കുടിയേറ്റക്കാരായും ജീവിക്കുന്നു, തീർന്നില്ല. ഈ നമ്മൾ എത്രയോ പേര് ഇപ്പം അഭയാർത്ഥികളായി യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കുടിയേറി പാർക്കുന്നു. അപ്പോൾ കുടിയേറി പാർക്കുന്നു, നമ്മുടെ നാടുകൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പറമ്പും വീടൊക്കെ എംറ്റി ആയിട്ട് കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഗവൺമെന്റ് മിക്കവാറും പിടിച്ചെടുക്കും. അപ്പോൾ ഈ നമ്മൾ എന്തിനാണ് പിന്നെ ഈ നാട്ടിൽ ഇത്രമാത്രം കെട്ടിടങ്ങൾ പണിത് ഇട്ടിരിക്കുന്നത്? മുസ്ലിംസ് അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോളും, നമ്മളവർ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ ക്രിസ്ത്യാനികൾ ഇവിടുന്ന് പൊക്കോളും. അപ്പോൾ നമുക്ക് ഇവരുടെ ഭൂമി മുഴുവൻ, നമ്മുടെ കേരളം മുഴുവൻ പെട്ടെന്ന് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമാക്കി മാറ്റാമെന്നാണ് മുസ്ലിംസ് കണക്കാക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ ഇല്ലേ ഹിജാബിന്റെ പേര് പറഞ്ഞും പിന്നെ നിസ്കാരമുരുടെ പേരും പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ പീഡിപ്പിക്കുന്നതിന് കാരണം ക്രിസ്ത്യാനികൾ തിരിച്ചടിക്കില്ല, മറിച്ച് അവർ പലായനം ചെയ്യുള്ളൂ, അഭയാർത്ഥികളായി പോകുള്ളൂ. അഭയാർത്ഥികൾ സാന്ത്വനം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവർ പൊയ്ക്കോളും. ഇങ്ങനെയൊരു ശ്രമത്തിലാണ് അവർ നടക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കുകയാണ് അവർ. പക്ഷെ അതേസമയം ഈ പലായനത്തൊക്കെ നമുക്ക് തീർത്ഥാടനമാക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ ഒരു മൈക്രോ മൈനോറിറ്റിയാണ്. ഇപ്പോൾ പണ്ട് 24% ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അത് 18 ഉള്ളൂ. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് പ്രത്യുൽപാദനമില്ല. കാരണം അവര് ജോലിയും
പിന്നെ പണവുമായിട്ട് പിന്നാലെ നടക്കുകയാണ്. മക്കൾ വേണ്ടെന്നുള്ള അഭിപ്രായത്തിലാണ്. അപ്പൊ അവരിപ്പോ മൈക്രോ മൈനോറിറ്റി എന്നുള്ളത് കുറച്ചും കൂടി ചെറുതാവും. അപ്പൊ അവരെ ആക്രമിക്കാൻ എളുപ്പമാണ്. നമ്മൾ മറിച്ചൊന്ന് ചെയ്യണം. കർത്താവ് എന്താ പറഞ്ഞത്? വർദ്ധിച്ച് പെരുകുക. അപ്പോൾ നമ്മുടെ സുഖം സന്തോഷം എന്നതും മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ വാക്കുകൾക്ക് കാതോർത്താൽ ഈ പലായനത്തെ നമുക്ക് തീർത്ഥാടനമാക്കാം. തീർന്നില്ല, തിരിച്ചുവരവുണ്ടാകും. ഈ പ്രവാസികൾക്ക് ഒരു തിരിച്ചുവരവുണ്ടാകും. ഈ മറിയം പോയ സ്ഥലങ്ങളിലെല്ലാം തിരിച്ചു വന്നു. പ്രവാസിയായിട്ട് പോയി, അഭയാർത്ഥിയായി പോയി തിരിച്ചു വന്നു. അങ്ങനെ ഒരു ഉണ്ടാകണം. നമ്മുടെ കാലത്തും മക്കളുടെ കാലത്തും ഉണ്ടാകണം. യൂറോപ്പിനെ മുഴുവൻ മുസ്ലിം ആക്കാമെന്ന മോഹത്തോടെയാണ് മുസ്ലിങ്ങൾ ഈ പാശ്ചാത്യ നാട്ടിലേക്ക് അഭയാർത്ഥികളായി പോകുന്നത്. കുറെ പേരെങ്കിലും അങ്ങനെ ഒരു ദുഷ്ടലാക്കുണ്ട്. ചിലര് നല്ല സുഖസൗകര്യങ്ങൾ തേടി പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ക്രിസ്ത്യൻ റൂട്ട് എന്ന് പറയുന്ന, അതായത് യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തീയ വേരുകളാണ്. ആ ക്രിസ്തീയ വേരുകൾ മുഴുവൻ മുറിച്ചു കളഞ്ഞ് അവിടെ മുഴുവൻ ഇസ്ലാം ആക്കാം എന്നുള്ള ഒരു നിഗൂഢ അജണ്ട കുറെ മുസ്ലിംസിന് ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം അപ്പോഴും ഓർക്കണം. ഈ ഫാത്തിമ, പോർച്ചുഗലിലെ ഫാത്തിമയിലാണ് മറിയം പ്രത്യക്ഷപ്പെട്ടത്. മുഹമ്മദിന്റെ മകളുടെ പേരാണ് ഫാത്തിമ. ഈ വരുന്ന മുസ്ലിംസിനെ മുഴുവൻ അതായത് മുഹമ്മദിന്റെ മകളായ ഫാത്തിമയെ റെപ്രസെന്റ് ചെയ്ത് ആ ഫാത്തിമ എന്ന സ്ഥലത്ത് തന്നെ പോർച്ചുഗലിൽ മറിയം പ്രത്യക്ഷപ്പെടും. അതിനർത്ഥം ഈ വരുന്ന മുസ്ലിംസിനെ മുഴുവൻ, അതായത് ഫാത്തിമയെ റെപ്രസെന്റ് ചെയ്യുന്ന മുസ്ലിംസിനെ മുഴുവൻ മറിയം ക്രിസ്ത്യാനികളാക്കി മാറ്റുമെന്നുള്ളതാണ്. അത് ദൈവിക പദ്ധതിയാണ്. അതിനെ തകിടം മറിക്കാൻ മുസ്ലിമിന് കഴിയില്ല, ഇസ്ലാമിന് കഴിയില്ല. കാരണം ഇസ്ലാമിൻ്റെത് ഒരു മനുഷ്യ സംവിധാനമാണ്, ക്രിസ്ത്യാനികളുടേത് ഒരു ദൈവിക സംവിധാനമാണ്. അതെപ്പോഴും ദൈവം എപ്പോഴും ഇങ്ങനെ സഹിക്കുന്നവനെ പോലെയാണ് നിൽക്കുക. പക്ഷെ അവനാണ് സർവശക്തി. പീലാത്തോസ് അടിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ വിട്ടടിക്കുന്നു, പട്ടാളക്കാരെ അടിക്കുന്നു. അപ്പോഴൊക്കെ കർത്താവ് സഹിക്കുകയാണ്, തിരിച്ചടിക്കില്ല. തിരിച്ചടിക്കാൻ കർത്താവിന് പറ്റുമായിരുന്നില്ലേ? ഈ ദേവാലയത്തിലെ കച്ചവടം മുഴുവൻ നിർത്തലാക്കാൻ കർത്താവ് വയലന്റ് ആയതാ. ചെറിയൊരു വയലൻസ് കൂടി എടുക്കാമായിരുന്നല്ലേ? പക്ഷെ ദൈവം അങ്ങനെ ചെയ്യില്ല. അപ്പോ അത് ദൈവത്തിന്റെ ഒരു രീതിയാണ്. അതിനാൽ ഈ പ്രവാസത്തെ, ഈ അഭയാർത്ഥികളാകുന്ന അവസ്ഥയെ, പലായനത്തെ, കുടിയേറ്റത്തെ നമ്മളും ആരൊക്കെയാണെങ്കിലും അതിനെയൊക്കെ തീർത്ഥാടനമാക്കി അവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കാൻ മറിയത്തിന് അത് സാധിച്ചു. മറിയം കുടിയേറ്റക്കാരിയായും അഭയാർത്ഥിയായിട്ടും പ്രവാസിയായിട്ടും പല സ്ഥലങ്ങളും താമസിച്ചപ്പോഴൊക്കെ കർത്താവിനെ കൊടുത്തു. അങ്ങനെ അവളുടെ കുടിയേറ്റത്തെ മുഴുവൻ തീർത്ഥാടനമാക്കി. നമ്മള് പ്രവാസ ലോകത്താണെങ്കിലും അഭയാർത്ഥികളാണെങ്കിലും കുടിയേറ്റക്കാരാണെങ്കിലും അവിടെയൊക്കെ മറിയത്തെ അനുകരിച്ച് ഈ കർത്താവിന് കൊടുക്കുന്ന ഒരു ജീവിതാവസ്ഥ, ദൈവത്തിന് കാതോർക്കുന്ന ഒരു അവസ്ഥ, പ്രത്യേകിച്ചും കുടുംബം, വിവാഹം, മക്കള്, അതിലൂടെയാണ് നമ്മുടെ സമുദായത്തെ ശാക്തീകരിക്കുക. അതിലൂടെയാണ് സുവിശേഷ പ്രഘോഷണം ശാക്തീകരിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ഈ പലായനങ്ങളെ മുഴുവൻ, കുടിയേറ്റങ്ങളെ മുഴുവൻ തീർത്ഥാടനമാക്കാൻ നമുക്ക് കഴിയും. അതുപോലെ ഒരു തിരിച്ചുവരവ് നമ്മുടെ നാട്ടിലേക്കും വരും സുവിശേഷവുമായിട്ട്, സുവിശേഷ പ്രഘോഷണമായിട്ട്. ഇങ്ങനൊരു ലക്ഷ്യം നമുക്കുണ്ടാകണം. പഠിച്ചു, ജോലിയെടുത്തു, സോവാട്ട്, കുറെ പണം കിട്ടി, എന്നിട്ട് പിന്നെ അവിടെ അത്ര ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നിന്നാൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. നമുക്ക് ലക്ഷ്യം വേണം. മറ്റൊരാൾക്ക് വേണ്ടി വേണം നമ്മൾ ജീവിക്കാൻ. അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാകട്ടെ, കർത്താവിന് വേണ്ടിയാകട്ടെ. അപ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ നിന്നും പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഉത്തമ മനുഷ്യന്റെ സ്വഭാവം നമുക്ക് വരും. അതിന് നമ്മൾ സഹായിക്കാൻ ഏറ്റവും സാധിക്കുന്ന ഒരാളാണ് മറിയം. മാത്രമല്ല, ഈ മറിയത്തെയാണ് ദൈവം തന്റെ പുത്രനെ മറിയത്തെയാണ് ഭരമേൽപ്പിച്ചത്. മറിയത്തെയും ജോസഫിനെയും ദൈവം ഭരമേൽപ്പിച്ചത്, ദൈവത്തിന്റെ പുത്രനെ ഭരമേൽപ്പിച്ചത് മറിയം എന്ന സ്ത്രീ, ജോസഫ് എന്ന മനുഷ്യൻ. അപ്പോ ദൈവം തന്റെ പുത്രനെ പോലും മറിയത്തെ ഭരമേൽപ്പിച്ചു. ആ കൊച്ചിനൊരു അപകടം വന്നപ്പോൾ ജോസഫും മറിയും ആ കൊച്ചിനെടുത്ത് കൊണ്ട് ഓടണം. ആ കൊച്ചാണ് ഇവിടെ ദൈവം എന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ ദൈവം തന്റെ മകനെ മറിയത്തെ ഭരമേൽപ്പിച്ചെങ്കിൽ നമ്മളും നമ്മുടെ മക്കളെയും മറിയത്തെ ഭരമേൽപ്പിക്കണ്ടേ? അത് എത്രയോ ശരിയാണ്. ഇതാണ് ഈ വാഴ്ത്തുമൊഴിയുടെ ദൈവിക അല്ലെങ്കിൽ തിരുവചന പശ്ചാത്തലം. വളരെ ഗംഭീരമായ പശ്ചാത്തലമാണ്. അത് നമ്മുടെ കൊന്തയിൽ കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കൂട്ടിച്ചേർത്തത്. അദ്ദേഹം കുടിയേറ്റത്തെയൊക്കെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരുപാട് ക്രിസ്തീയ സ്ഥാപനങ്ങളെല്ലാം ഈ മുസ്ലിംസിന് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. നമുക്ക് പേടി തോന്നുന്നുണ്ട്, അപകടം തോന്നുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അപകടമില്ല തോന്നാത്തതിന് കാരണം അദ്ദേഹം കർത്താവിൽ ഉറച്ച് വിശ്വസിച്ചു എന്നതുകൊണ്ടാണ്. കർത്താവിന് ശക്തിയെ മറികടക്കാൻ ഇസ്ലാമിന് കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്.
തീർച്ചയായിട്ടും നമ്മൾ കുറെ പേരെ കൊല്ലാനൊക്കെ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരും. പക്ഷെ കർത്താവ് അവരെ മൊത്തത്തിൽ മാനസാന്തരപ്പെടുത്തും. ഇതായിരിക്കും കർത്താവിന്റെ പദ്ധതി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതൊക്കെ എടുക്കണം. അതിപ്പം ഇപ്പോൾ ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ അതിന്റെ മുൻകരുതലുകളിലേക്ക് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ആ ക്രിസ്തീയ വേരുകൾ മുറിച്ചു കളയാതെ ഇസ്ലാമിന് അഭയം കൊടുക്കുന്നതിൽ തെറ്റില്ല. ക്രിസ്തീയ വേരുകൾ മുറിച്ചു കളയാതെ ക്രിസ്തുവിനെ അവരോട് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടും എന്നുള്ള മട്ടിൽ അവർക്ക് അഭയം കൊടുക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അപകടങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് താനും. ഏതായാലും കർത്താവിന്റെയും മറിയത്തിന്റെയും ശക്തിയെ വെല്ലുവിളിക്കാനോ തകിടം മറിക്കാനോ ഒരു ശക്തിക്കും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനും കഴിയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. മറിയത്തിന്റെ സഹായം നമുക്ക് തേടാം. അവള് കുടിയേറ്റക്കാരുടെ സാന്ത്വനമാണ്, അഭയാർത്ഥികളുടെ സാന്ത്വനമാണ്, പ്രവാസികളുടെ സാന്ത്വനമാണ്. അത് നമ്മിൽ പലരും പ്രവാസികളും അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമാണ്. നമുക്ക് സാന്ത്വനമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. യാഹ്വേ ഒരു ഗോത്രദേവൻ ആയിരുന്നു. യഹോവ എന്നത് തെറ്റല്ലേ? അപ്പോൾ യഹോവ സാക്ഷികളും തെറ്റല്ലേ? സീറോ മലബാർ വേദപഞ്ചാംഗം ഏലിയ സ്ലീവ മൂശ കാലം, അതിൽ 7-ാം ഞായർ, മൂശെ 3-ാം ഞായർ. അത് പ്രേക്ഷിത ഞായർ, മിഷൻ സൺഡേ ആയിട്ട് കൂടി ആചരിക്കുന്നു. മോശയുടെ വിളിയും അയക്കപ്പെടലുമാണ് നമുക്ക് ധ്യാനിക്കാനായി സഭാമാതാവ് നൽകുന്ന തിരുവചന പാഠം. വളരെ പഴയ നിയമത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവചന പാഠമാണത്. പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ. മിദിയാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു മോശെ. അവൻ ആടുകളെ മരുഭൂമിയുടെ ദൈവത്തിന്റെ മലയായ ഹൊരേബ് വരെ കൊണ്ടുപോയി. അവിടെ യാഹ്വേയുടെ മാലാഖ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്നുയർന്ന അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു. എങ്കിലും അത് എരിഞ്ഞു ചാമ്പലാവുന്നില്ല എന്നവൻ കണ്ടു. അപ്പോൾ മോശെ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് കാണട്ടെ. എന്തുകൊണ്ടാണ് മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകാത്തത്? അവനെ നോക്കാനായി അടുത്ത് ചെല്ലുന്നത് യാഹ്വേ കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. അവിടുന്ന് അരുളി ചെയ്തു, നീ ഇങ്ങോട്ട് അടുക്കരുത്. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാവിന്റെ ദൈവമാണ്, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ദൈവത്തിന്റെ നേരെ നോക്കാൻ ഭയപ്പെട്ട മോശെ മുഖം മറച്ചു. യാക്കോബ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന നിലവിളി ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിശാലവുമായ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീശർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇതാ ഇസ്രായേൽ മക്കൾ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെപ്രകാരം ഞെരുക്കുന്നുവെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. ആയാൽ വരൂ, നീ എന്റെ ജനമായി ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ നിന്നെ ഫറവയുടെ അടുക്കലേക്ക് അയക്കും. മോശെ ദൈവത്തോട് പറഞ്ഞു, ഫറവയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവർ അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. നീ ജനത്തെ ഈജിപ്തിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ മലയിൽ ദൈവത്തെ ആരാധിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിനുള്ള അടയാളമായിരിക്കും അത്. മോശെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കൾ അടുക്കൽ പോയി നിങ്ങൾ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്താണെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, എഹിയേ അഷർ എഹിയേ, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, എഹിയേ, ഞാനാകുന്നവൻ എന്നെ നിങ്ങളടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട തിരുവചന പാഠമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിലത്തെ 2 കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്കിൽ പോലും ഇച്ചിരി അല്പം നീണ്ട വീഡിയോ ആണ്. പക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകളെ പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ. അതിനാൽ ഈ വീഡിയോ മുഴുവൻ കേൾക്കണമെന്നും പല പ്രാവശ്യം കേൾക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും, അങ്ങനെ മിഷൻ സൺഡേയിൽ, മിഷൻ എന്ന് വെച്ചാൽ എല്ലാവരോടും, എല്ലാ ക്രിസ്ത്യാനികളും എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം. അതാണ് മിഷൻ ഞായർ. നമുക്ക് എല്ലാവരും മിഷണറിമാരാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ ഒരു ദിവസം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് ഓർമ്മപ്പെടുത്താൻ സ്വാതന്ത്ര്യ ദിനം, നമ്മൾ റിപ്പബ്ലിക്കാണ്, സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ റിപ്പബ്ലിക് ഡേ. അതുപോലെ അത് റിപ്പബ്ലിക് എല്ലാ ദിവസവും റിപ്പബ്ലിക്കാണ്, എല്ലാ ദിവസവും സ്വാതന്ത്ര്യമാണ്.
പക്ഷെ ഒരു ദിനം ആചരിക്കുന്നത് അന്ന് റീഎൻഫോഴ്സ് ചെയ്യാനാണ്, നമ്മളത് ഓർമ്മപ്പെടുത്താൻ. നമ്മളെല്ലാവരും എല്ലാ നിമിഷവും മിഷണറിമാരാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു മിഷൻ ഞായർ. കൂട്ടത്തിൽ മിഷൻ പ്രവർത്തനം ജോലി ചെയ്യുന്ന, വളരെ വിഷമകരമായ സാഹചര്യം ജോലി ചെയ്യുന്ന അവർക്ക് സഹായിക്കാൻ പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും മറ്റു ആളുകളെ കൊണ്ടും സഹായിക്കാനായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്താനും ഈ മിഷൻ ഞായർ ഉപയോഗിക്കുന്നു. അപ്പോൾ അയക്കപ്പെടുക, ഈശോയും സ്വയം ഏറ്റെടുത്ത് വന്നതല്ല, പിതാവ് അയക്കുകയായിരുന്നു. മോശയെ അയക്കുന്ന രംഗമാണ്, അദ്ദേഹത്തിന് വിളിയും അയക്കപ്പെടലുമാണ് നമ്മൾ കാണുന്നത്. ലത്തീൻ സഭയില് കുർബാനയ്ക്ക് വിളിക്കുന്ന ഒരു പേര് ഹോളി മാസ് എന്നാണ്. ഹോളി മാസ്, മിസിയോ എന്ന വാക്ക് ലത്തീൻ വാക്കുന്ന ഈ മാസ് വരണേ. മിസിയോസിൽ അയക്കപ്പെടൽ, വിശുദ്ധമായി അയക്കപ്പെടൽ എന്നാണ് കുർബാനയ്ക്കുള്ള പേര്. ഹോളി മാസ്, വിശുദ്ധമായി അയക്കപ്പെടൽ. കുർബാന സമാപനത്തിൽ, ലത്തീൻ കുർബാന സമാപനത്തില് നിങ്ങൾ സമാധാനത്തിന് പോവുക എന്ന് പറയുന്നു. സമാധാനത്തിന് പോകുക എന്ന് പറഞ്ഞാൽ കുർബാന കഴിഞ്ഞു ഇനി സമാധാനം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സമാധാനം എന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഷാലോമിനുള്ളത്. ഷാലോമിന് മറ്റൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ രക്ഷ എന്നാണ്, അല്ലെങ്കിൽ ക്ഷേമം എന്നാണ്. ഗ്രീക്കിലെ പീസ് എന്ന് പറയുന്ന ഈ എയ്റേൻ എന്ന് പറയുന്ന അർത്ഥമല്ല ഷാലോം. അപ്പൊ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ രക്ഷ നിങ്ങളോട് കൂടെ എന്നാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ ശാന്തിയല്ല. അതായത് യുദ്ധമില്ലാത്ത അവസ്ഥ, പോരാട്ടമില്ലാത്ത അവസ്ഥ, സംഘർഷമില്ലാത്ത അവസ്ഥ, അതല്ല സമാധാനം. ബൈബിൾ സമാധാനം അതല്ല. ഈ സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കിടയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക, രക്ഷ ആസ്വദിക്കാൻ കഴിയുക, അതിനെയാണ് സമാധാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ രക്ഷ നിങ്ങളോട് കൂടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ, രക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അപ്പോൾ പോവുക എന്ന് പറഞ്ഞാൽ രക്ഷയുമായി പോവുക, കർത്താവിനെയും കൊണ്ട് പോവുക, അതാണ് ഈ പറയുന്നത് വിശുദ്ധമായി അയക്കപ്പെടല്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അയക്കപ്പെടുകയാണ്, എല്ലാ ദിവസവും. അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ മിഷൻ ഞായർ, മിഷൻ സൺഡേ. അപ്പൊ ഈ അയക്കപ്പെടലിന്റെ രംഗത്ത് മോശയും ദൈവവും തമ്മിലുള്ള സംഭാഷണത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഈ കത്തുന്ന മുൾപ്പടർപ്പ്, കത്തുന്നു ചാമ്പലാകുന്നില്ല, മഹാദൃശ്യം. കത്തുന്നതെങ്കിലും എരിഞ്ഞ് ചാമ്പലാകാത്ത മുൾപ്പടർപ്പ്, അതിലൂടെ കർത്താവ് വെളിപ്പെട്ടും മറഞ്ഞും തന്നെ ആവിഷ്കരിക്കുകയാണ്. കത്തുന്നില്ല, ചാമ്പലാകുന്നില്ല. ഈ ദൈവം കത്തിക്കൊണ്ടിരിക്കുന്നു, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശമാണ്. പക്ഷേ ജ്വലിക്കാനായിട്ട് മുൾപ്പടർപ്പ് പോലെ സംഗതി വേണ്ട, അവൻ സ്വയം ജ്വലിക്കുകയാണ്. ഇപ്പം സൂര്യനിലൊക്കെ കത്തി ജ്വലിക്കാന്ന് പറഞ്ഞാലും എന്തെങ്കിലും കത്താൻ വേണം, ഇല്ലേ? ഹീലിയം, ഹൈഡ്രജൻ, അങ്ങനെ സംഗതികളൊക്കെ വേണ്ടേ? ഇതൊന്നും വേണ്ട ദൈവത്തിന്. ദൈവം സ്വയം ജ്വലിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു വെളിപാട് അവിടെയുണ്ട്. ഈ കത്തുന്നു ചാമ്പലാകുന്നില്ല, അതായത് തീ കത്താനായിട്ട് ഈ മുൾപ്പടർപ്പ് വേണ്ട. അപ്പൊ ദൈവം ജ്വലിക്കുകയാണ്, പ്രകാശമാണ്, ദൈവം പ്രകാശമാണ്. ആ ദൃശ്യം കാണാനായിട്ട് മോശ ചെല്ലുകയാണ്. ദൈവം വെളിപ്പെടുന്നു, അദ്ദേഹം മറഞ്ഞിരിക്കുന്നു. ദൈവം മോശയുമായി സംവദിച്ചത് ഈ അഗ്നിയുടെ ദൃശ്യരൂപത്തിലാണ്. അഗ്നിയുടെ ദൃശ്യരൂപം ഒരു അടയാളമാണത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ട് അഗ്നി ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് 19:18. ദൈവത്തിന്റെ തേജസ്സിന്റെ അടയാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, മഹത്വത്തിന്റെ തേജസ്സിന്റെ. പുറപ്പാട് 24:7. ന്യായവിധിയുടെ അടയാളമായിട്ട് അഗ്നി ഉപയോഗിച്ചിട്ടുണ്ട്, സംഖ്യ 11:1. തന്റെ ജനത്തോടുള്ള അസഹിഷ്ണുതയുള്ള സ്നേഹത്തിന്റെ അടയാളമായിട്ട് സ്നേഹാഗ്നി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, നിയമാവർത്തന പുസ്തകം 4:24. അപ്പോ അഗ്നിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥമല്ല ഉള്ളത്. പിന്നീട് നമുക്കറിയാം അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരും. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണമെന്നാണ് ക്രിസ്ത്യാനികളോട് കർത്താവ് പറഞ്ഞത്. അല്ലാതെ പുഴയിലെ വെള്ളത്തിലേക്ക് ഇറങ്ങാനല്ല. മുകളിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന്, അഗ്നിയുടെ രൂപത്തിൽ വരുന്ന പരിശുദ്ധാത്മാവ്, ജീവജലത്തിന്റെ രൂപത്തിൽ വരുന്ന പരിശുദ്ധാത്മാവ് ഒക്കെ മുകളിൽ നിന്നാണ്. അങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ ചെയ്യുന്നത്. ഈ പുഴയിൽ ചെയ്യാന്ന് പറയുന്നത് സ്നാപയോനന്റെ സ്നാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രതീകവുമാണ് അഗ്നി. അപ്പൊ അഗ്നിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഹെബ്രായ ഭാഷയിലെ സെനെ ആണ് മുൾപ്പടർപ്പിനുള്ള വാക്ക്. സെനെ, സീനായ് മലയിൽ വെച്ചാണ് സെനെ, കത്തുന്ന മുൾപ്പടർപ്പ്. സീനായ് മല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് സെനെ. അപ്പോൾ സീനായ് മലയിൽ വെച്ച് മുൾപ്പടർപ്പ് എന്ന സെനയിൽ ആയിരുന്നു കൊണ്ടാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോ പർവ്വതത്തിലെ കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പ് സെനെ, ആ മുൾപ്പടർപ്പിലെ അഗ്നിയിൽ ദൈവം സ്വയം ആവിഷ്കരിക്കുന്നു. ഇതിന് ഒരു ലാക്ഷണിക വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് നീസായിലെ വിശുദ്ധ ഗ്രിഗറി, മോശയുടെ ജീവിതം എന്നുള്ള അദ്ദേഹത്തിന്റെ രചനയിൽ 2:21. വളരെ മനോഹരമാണ് വ്യാഖ്യാനം. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ്. കന്യകയിൽ നിന്നുള്ള ദൈവപുത്രന്റെ ജനനം എന്ന രഹസ്യമാണ് കത്തുന്ന മുൾപ്പടർപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. കന്യകയുടെ ഉള്ളിലേക്ക് വന്ന ദൈവത്തിന്റെ ഉജ്ജ്വല പ്രകാശം അവളുടെ കന്യാത്വ പുഷ്പത്തിന് മങ്ങലേൽപ്പിക്കാതെ
അവളിൽ മനുഷ്യജീവൻ സ്വീകരിച്ചു. കത്തുന്ന മുൾപ്പടപ്പിനെ കുറിച്ച് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലുള്ള മനോഹരമായ വ്യാഖ്യാനമാണ്. മനുഷ്യാവതാരത്തിന്റെ ഒരു പൂർവ്വരൂപം ഈ കത്തുന്ന മുൾപ്പടപ്പിലുണ്ടെന്നാണ് നീസായിൽ വിശുദ്ധ ഗ്രിഗറി പറയുന്നത്. വളരെ ഗംഭീരമായ വ്യാഖ്യാനമല്ലേ അത്? പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ആ താക്കോൽ ഉപയോഗിച്ച് വേണം പഴയ നിയമത്തിലെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത് ഇവിടെ കൂട്ടി വായിക്കാം. പുറപ്പാട് 3:13 മോശെ ദൈവത്തോട് പറയുക, നിന്റെ നാമം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? നിന്റെ നാമം, നിന്റെ പേര്. ബഹുദൈവ വിശ്വാസം നിലനിന്നിരുന്ന കാലം, ഇപ്പോഴും ബഹുദൈവ വിശ്വാസം പലരുണ്ടല്ലോ, സകല ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞു എന്നൊക്കെ പലപ്പോഴും ആൾക്കാർ പറയും. അപ്പൊ ബഹുദൈവ വിശ്വാസം അന്നും ഇന്നൊക്കെ ഉണ്ട്. ഈജിപ്തുകാരുടെയും കാനാന്യരുടെയും ഇടയിൽ ഇങ്ങനൊരു ബഹുദൈവ വിശ്വാസത്തിന്റെ സംസ്കൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ദേവനും ദേവിക്കും പേരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഓരോ ദേവനും ദേവിക്കൊക്കെ പേരുണ്ട്, ദൈവങ്ങൾക്ക് പേരുണ്ടെന്നാ. ഏക സത്യദൈവം, അതായത് സത്യദൈവം ഏകനാണെന്ന് ഈ പുറജാതിക്കാർ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഏക സത്യദൈവത്തിന് ഒരു പേരുണ്ടെങ്കിൽ അവൻ മറ്റു ദേവീദേവന്മാരെ പോലെ ആകില്ലേ? അതൊരു പ്രശ്നമാണ്. വാസ്തവത്തിൽ ദൈവം തന്റെ പേര് വെളിപ്പെടുത്തിയോ? പേര് വെളിപ്പെടുത്തിയാൽ മറ്റു ദേവന്മാരെ പോലെ ഒരു ദേവനായിട്ട് ദൈവം മാറില്ലേ? ഏകസത്യ ദൈവം. അപ്പോൾ സത്യത്തിൽ യാഹ്വേ എന്നത് ദൈവത്തിന്റെ പേരാണ്. ദൈവത്തിന്റെ പേരായിട്ടാണ് ഇസ്രായേലിയർ യാഹ്വേ എന്ന വാക്കിനെ കണ്ടത് എന്നതിന് തർക്കമില്ലാത്തതിനാൽ ഈ ചോദ്യം വിവരക്കേടാണെന്ന് ആദ്യം തോന്നാം. മുൾപ്പടപ്പ് രംഗത്തിന്റെ മനസ്സിരുത്തിയുള്ള വായനയിൽ നാം തിരിച്ചറിയുന്നത് മറ്റൊരു സംഗതിയാണ്. പേര് എന്ന രീതിയിലുള്ള ഇതിന്റെ അസ്തിത്വത്തെ പൂർണ്ണമായി റദ്ദ് ചെയ്യുന്ന വിധത്തിലാണ് യാഹ്വേ എന്ന നാമം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് 3:13 മുതൽ 15 വരെ വായിച്ചു നോക്കുക. മോശെ പറയുന്നു, നിന്നെ അയച്ച ദൈവം ആരാണ്? അവന്റെ പേരെന്താണ് എന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? മറുപടിയായി ദൈവം പറയുന്നു, ഞാൻ തന്നെ. ഐ ആം ഹു ഐ ആം. ഇതിനെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. ഐ ആം വാട്ട് ഐ ആം. ഞാൻ തന്നെ എന്നാകാം തർജ്ജമ, അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. ഐ ആം വാട്ട് ഐ ആം എന്നും മൊഴിമാറ്റം ചെയ്യാം. ഇതൊരു തിരിച്ചടി പോലെയാണ്. ഒരു പേര് വെളിപ്പെടുത്തുന്നതിനേക്കാൾ ഒരു പേര് നൽകാനുള്ള വിസമ്മതമാണ്, നൽകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ദൈവത്തിന്റെ മറുപടിയിലുള്ളത്. മോശയുടെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള അപേക്ഷയില് ദൈവത്തിന് അപ്രീതി ഉണ്ടായി എന്ന തോന്നലാണ് രംഗത്ത് നീളിക്കുന്ന പൊതുവികാരം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ, പിന്നെ നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്താ അറിയേണ്ടത് എന്നൊരു മറുചോദ്യം പോലെയാണ് ദൈവത്തിന്റെ അനിഷ്ടകരമായ ഈ മറുപടി. ഈ പാഠത്തോടെ ഏറ്റവും സമാനതയുള്ള 2 പാഠങ്ങള്, തിരുവചന പാഠങ്ങള് കാണുമ്പോൾ ദൈവനാമം വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ മനസ്സില്ല എന്ന് തോന്നും. ഒന്ന്, സാംസന്റെ പിതാവായ മനോവ ദൈവമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ദൈവത്തിന്റെ പേര് ചോദിച്ചു. ഉത്തരമായി നൽകപ്പെട്ടത്, എന്റെ പേര് നിഗൂഢമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന് എന്ന മറുചോദ്യമാണ്. മറ്റൊരു വായന അനുസരിച്ച് എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിനാണ്? ന്യായാധിപന്മാര് 13:18. ദൈവത്തിന്റെ പേര് നൽകപ്പെട്ടില്ല, അതൊരു അത്ഭുതമാണ്, അതൊരു നിഗൂഢതയാണ്. പേര് നീ ചോദിക്കാൻ പാടില്ലായിരുന്നു. രാത്രിയിലെ അപരിചിതമായുള്ള മൽപ്പിടുത്തത്തിന് ശേഷം യാക്കോബ് അവന്റെ പേര് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി നിരാശാജനകമായിരുന്നു. ഉൽപ്പത്തി 32:29-30. എന്തിനാണ് എന്റെ പേര് നീ അറിയുന്നത്? ഈ നാം ചർച്ച ചെയ്യുന്ന ഈ പുറപ്പാട് പാഠവുമായി ഭാഷാപരമായും ഘടനാപരമായും ദൈവശാസ്ത്രപരമായും വളരെ സാമ്യമുള്ളതാണ് ഈ 2 പാഠങ്ങളും. ന്യായാധിപന്മാർ 13 ഉൽപ്പത്തി 32. ഇവിടെയൊക്കെ ഈ തിരുവചനങ്ങളിലുള്ള ഈ 3 തിരുവചന ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന് തന്റെ പേര് വെളിപ്പെടുത്താൻ ഒരു ഇഷ്ടമില്ലായ്മയുണ്ട്, ഒരു വിസമ്മതമുണ്ട്. ദൈവനാമം വെളിപ്പെടുത്തി കിട്ടാനുള്ള അപേക്ഷയെ പ്രത്യക്ഷത്തിൽ ദൈവം നിരസിക്കുകയാണ്. അവർക്ക് ചുറ്റിലുമുള്ള ദേവന്മാർക്ക് പേരുള്ളതുപോലെ ഒരു പേരിൽ അറിയപ്പെടാനോ ഒരു പേര് വെളിപ്പെടുത്താനോ മുൾപ്പടർപ്പിലെ ദൈവം, ഏകസത്യ ദൈവം തയ്യാറല്ല. ആ ദേവന്മാർ മറ്റ് ദേവന്മാരിൽ ഒരാളാണ് എന്ന് കാണിക്കാനാണ് പേര് വെളിപ്പെടുത്തിയത്. മറ്റ് ദേവന്മാരിൽ അവരെ വേർതിരിച്ചറിയാൻ അവർക്കൊരു പേര് വേണമായിരുന്നു. ഇപ്പം രാമനല്ല കൃഷ്ണൻ, കൃഷ്ണനല്ല ശിവൻ, അല്ലേ സുബ്രഹ്മണ്യൻ, ഇങ്ങനെ, അല്ലെങ്കിൽ സരസ്വതി, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി, ഇങ്ങനെ പേരെന്തിനാണ്? ആ ദേവനല്ല ഈ ദേവൻ എന്ന് കാണിക്കാൻ. അപ്പൊ അനേകം ദേവന്മാരും ദൈവങ്ങളും ഉള്ളപ്പോഴാണ് പേരിന്റെ ആവശ്യം. ഏകസത്യദൈവം, സത്യദൈവം ഏകനാണെങ്കിൽ അവിടെ പേരിന്റെ ആവശ്യമില്ലെന്നാണ്. പേര് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഒരു സമ്മതക്കുറവ്. അതായത് മറ്റ് ദേവന്മാരിൽ ഒരു ദേവനായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറ്റ് ദേവന്മാരുടെ തീർത്തും വ്യത്യസ്തനാണ് ഏകസത്യദൈവം. അത് വ്യക്തമാക്കുകയാണ് ദൈവനാമം വെളിപ്പെടുത്താനുള്ള അപേക്ഷ തള്ളിക്കളഞ്ഞതിലൂടെ. പേര് സൂചിപ്പിക്കുന്ന അറിവിനെ അജ്ഞതയിലേക്കും
നിഗൂഢതയിലേക്കും പിൻവലിക്കുകയാണ് ദൈവം. അങ്ങനെ ദൈവത്തിന്റെ സുപരിചിതത്വവും അപരിചിതത്വവും നിഗൂഢതയും വെളിപാടും ഒരേ സമയം സൂചിപ്പിക്കാനായി പേരിനെ രഹസ്യത്തിൽ ലയിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ടോളൂ കേട്ടോ. ഞാൻ ആവർത്തിക്കാതിരിക്കാൻ അങ്ങനെ പുറത്തെ പോകുകയാണ്. ദൈവത്തെ ഇപ്പൊ കൈപ്പിടിയിലാക്കാം എന്ന വീക്ഷണത്തിന് വിപരീതമായി അളവില്ലാത്ത വിധം അകലത്തിലാണവൻ എന്ന് അവതരിപ്പിക്കുകയാണ്. ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം ഉണ്ടെന്ന് ഞാൻ അപ്പൊ തെളിയിച്ചു തരാം. അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ടാൽ അവന് ദൈവത്തെ അറിയില്ലെന്നർത്ഥം. നമ്മൾ ലബോറട്ടറിയിൽ, പരീക്ഷണശാലയിൽ ചില കാര്യങ്ങൾ തെളിയിക്കുന്ന പോലെ തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല ദൈവം. അത് ദൈവം ഒരു വസ്തു അല്ലല്ലോ. സ്നേഹമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? സൗന്ദര്യമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? പരീക്ഷണശാലയിലും ഒക്കെ വെച്ചിട്ട്. അപ്പൊ സൗന്ദര്യം ഒരു ബന്ധത്തിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്, അറിയുന്നത്. സ്നേഹം ബന്ധത്തിലൂടെയാണ് അറിയുന്നത്. അപ്പൊ ഈ ബന്ധത്തിലൂടെ അറിയുന്ന കാര്യം പരീക്ഷണശാലയിലൂടെ വ്യക്തമാകുന്നത് പോലെയോ അല്ലെങ്കിൽ യുക്തിവാദം പറഞ്ഞിട്ട് തെളിയിക്കുന്നത് പോലെയൊന്നും തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചില സൂചനകളൊക്കെ നൽകാം. ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റാത്തതുപോലെ ഇല്ലെന്നും തെളിയിക്കാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരു ബന്ധത്തിന്റെ ആ ചട്ടക്കൂടിലെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും. സ്നേഹത്തിന്റെ ബന്ധമാണത്. അങ്ങനെ സ്നേഹത്തിന്റെ ബന്ധമില്ലാത്തവർക്ക് ദൈവമില്ല. അപ്പൊ സ്നേഹം, സൗന്ദര്യം, സത്യം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് വസ്തുക്കള് ഉണ്ടെന്ന് തെളിയിക്കുന്ന പോലെയോ ഇല്ലെന്ന് തെളിയിക്കുന്ന പോലെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചില സൂചനകളും മാതൃകളും ഉപയോഗിക്കാമെന്ന് മാത്രം. ചുരുക്കത്തില് ദൈവം സുപരിചിതനാണ്, അപരിചിതനാണ്, വെളിപ്പെടുത്തുന്നവനാണ്, നിഗൂഢതയുള്ളവനാണ്. ഇത് ഒരേ സമയം അവതരിപ്പിക്കുകയാണ് ഈ പേര് വെളിപ്പെടുത്തുകയും വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ആ കൃത്യത്തിലൂടെ. അപ്പൊ ദൈവത്തെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, കൈപ്പിടിയിലാക്കാം എന്ന വീക്ഷണത്തിന് വിപരീതമാണ് ഇവിടെ. അളവില്ലാത്ത വിധം അകലത്തിലാണവൻ, എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്തുമാണ്. ഇതിലൂടെ എന്താണ് സംഭവിച്ചത്? ഇസ്രായേലില് ദൈവനാമം ഉച്ചരിക്കുന്നത് ഒഴിവാക്കാനും ദൈവനാമത്തിന് പകരം അദോണായി കർത്താവെന്നും തർജ്ജമ ചെയ്യാം, അദോണായി എന്റെ കർത്താവ് തുടങ്ങി വാക്കുപയോഗിക്കാനും ആരംഭിച്ചത് കാലക്രമത്തിൽ ന്യായമായി വികസിച്ച് ബൈബിളിലെ ഗ്രീക്ക് പരിഭാഷ, അതായത് സെപ്തുജിന്ത്, BC 250 തയ്യാറാക്കാൻ തുടങ്ങിയതാണിത്. ഈ ഗ്രീക്ക് പരിഭാഷ സെപ്തുജിന്ത് ആ കാലമായപ്പോഴേക്കും യാഹ്വേ എന്ന ആ നാമത്തെ കർത്താവ് എന്ന് മാത്രമായി ഭാഷപ്പെടുത്താൻ തുടങ്ങി. കിരിയോസ്. യാഹ്വേ എന്നത് ദൈവനാമമായി കരുതപ്പെട്ടിരുന്നെങ്കിൽ അത് തർജ്ജമ ചെയ്യാതെ അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നില്ലേ? നാമമായിരുന്നു, ദൈവത്തിന്റെ നാമമായിരുന്നു യാഹ്വേ എങ്കിൽ എന്തുകൊണ്ട് സെപ്തുജിന്ത് ആൾക്കാർ അത് യാഹ്വേ എന്ന് തന്നെ നിലനിർത്താതെ കീരിയോസ് എന്ന് തർജ്ജമ ചെയ്തു, കർത്താവ് എന്ന് തർജ്ജമ ചെയ്തു? അപ്പോൾ അത് ദൈവത്തിന്റെ പേരായിട്ട് മുഴുവനായിട്ട് അങ്ങ് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതായത് ദൈവനാമം ഉച്ചരിക്കുന്നത് ഒഴിവാക്കുക, ദൈവനാമത്തിന് പകരം അദോണായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ അതിങ്ങനെ കാലക്രമത്തിൽ വന്ന് BC 250 ആയപ്പോഴേക്കും യാഹ്വേ എന്ന വാക്ക് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ കീരിയോസ് എന്ന വാക്ക് ഉപയോഗിച്ച് തർജ്ജമ ചെയ്തു. കർത്താവ് എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു. അപ്പോൾ ദൈവനാമം ആയി ഇസ്രായേൽ അത് കരുതിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് തർജ്ജമ ചെയ്തു? ഇത് കഥയുടെ ഒരു വശമാണ്, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഒരു വശം. അതായത് വിഷയത്തിന്റെ പകുതിയായിട്ടുള്ളൂ. മറുപകുതിയുണ്ട്. ഈ ദൈവനാമം വെളിപ്പെടുത്തിയില്ല എന്നും പറയാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞത് ദൈവനാമം വെളിപ്പെടുത്താൻ ദൈവത്തിന് ഒരു സമ്മതക്കുറവുണ്ടായിരുന്നു, ഇഷ്ടക്കുറവുണ്ടായിരുന്നതാണ്. അതേസമയം ഞാനാകുന്നവൻ എന്നെ നിങ്ങൾ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാൻ മോശയോട് ആവശ്യപ്പെടുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് 3:14. കടങ്കഥയോ പ്രഹേളികയോ ആണെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു മറുപടി ഇപ്പോൾ മോശയുടെ കൈവശമുണ്ട്. എന്താണത്? ഞാനാകുന്നവൻ, എഹിയേ ഇല്ലേ, ഞാനാകുന്നവൻ നിങ്ങളടുത്തേക്ക് അയച്ചിരിക്കുന്നു പറയൂ. ആ പ്രഹേളികയുടെ ഗൂഢാർത്ഥത്തെ പ്രസാദാത്മകമായി നാം ചികഞ്ഞു നോക്കണം. ഈ പ്രഹേളിക എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാത്തൊരു ഇല്ലേ, ഞാനാകുന്നവൻ, എഹിയേ ആയിരിക്കുന്നവൻ, എഹിയേ നിങ്ങളടുത്തേക്ക് അയച്ചെന്ന് പറ. ദൈവത്തിന്റെ സത്തയും സബ്സ്റ്റൻസ്, സ്വത്വവും പേഴ്സണാലിറ്റി, സ്വഭാവവും നേച്ചറ് ഇല്ലേ, ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. ഞാൻ തന്നെ, ഞാനാകുന്നവൻ എന്ന വാക്യത്തിലിടന്നാണ് തത്വജ്ഞാനികൾ പറയണേ. തത്വജ്ഞാനികൾ ദൈവത്തിന്റെ സത്തയും സ്വത്വവും സ്വഭാവവും, സബ്സ്റ്റൻസ്, എസൻസ്, പേഴ്സണാലിറ്റി, നേച്ചർ, ഇതെല്ലാം കൂടി വെളിപ്പെടുത്തുകയാണ് ഞാനാകുന്നവൻ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ന വാക്കിലൂടെ ദൈവം ആവിഷ്കരിച്ചതെന്നാണ് തത്വജ്ഞാനികൾ പറയണേ. എന്നാൽ
ബൈബിളിന്റെ വേദശാസ്ത്രികൾ പറയുന്നത് കാലദേശങ്ങളിലുള്ള ദിവ്യ സാമീപ്യത്തിന്റെ പ്രകാശനം എന്നാണ്. തത്വജ്ഞാനികളുടെ ഭാഷയല്ല വേദശാസ്ത്രികൾ ഉപയോഗിക്കുക. കാലദേശങ്ങളിലുള്ള, കാലം, ടൈം, ദേശം, സ്പേസ്, കാലദേശങ്ങളിലുള്ള ദൈവ സാമീപ്യത്തിന്റെ, ദിവ്യ സാമീപ്യത്തിന്റെ പ്രകാശനമാണിതെന്നാണ്. ദൈവം ഈ വാക്യത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുകയോ തന്റെ സ്വഭാവത്തെ ആവിഷ്കരിക്കുകയോ ചെയ്യുന്നില്ല. ദൈവം ഈ ഞാനാകുന്നവൻ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ന വാക്യത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുകയോ തന്റെ സ്വഭാവത്തെ ആവിഷ്കരിക്കുകയോ ചെയ്യുന്നില്ല. പ്രത്യുത ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവമായി, മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവമായി ഇവിടെ ദൈവം വെളിപ്പെടുകയാണ്. ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവം, മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവം. അതാണ് ഈ ഞാനായിരിക്കുന്നവൻ, അല്ലെ ഞാൻ തന്നെ, ഞാനാകുന്നവൻ എന്ന വാക്കിനർത്ഥം. ഞാനാകുന്നവൻ, അയാം എന്നതിന് ഇവിടെ അർത്ഥം ഇവിടെ ഞാനുണ്ട്, ഐ ആം ഹിയർ. ഇല്ലേ, ഞാനാകുന്നവൻ, അയാം എഹിയെ എന്നതിനർത്ഥം ഞാൻ ഇവിടെയുണ്ട്, ഐ ആം ഹിയർ. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ആയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, ഐ ആം ഹിയർ ഫോർ യു, ഐ ആം ഹിയർ ഫോർ യു. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അതാണ് അർത്ഥം. ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ഉണ്മ എന്ന് പറഞ്ഞാൽ ബീയിങ്. തമിഴിൽ ഉണ്മയല്ല, മലയാളത്തിൽ ഉണ്മ എന്ന് പറഞ്ഞാൽ ബീയിങ്, സ്വത്വം. തന്നിൽ തന്നെയുള്ള ഉണ്മയല്ല, നോട്ട് ബീയിങ് ഇൻ ഇറ്റ് സെൽഫ്. അവരന് വേണ്ടിയുള്ള ഉണ്മയാണ്, അവരന് വേണ്ടിയുള്ള അസ്തിത്വമാണ് ബീയിങ് ഫോർ. അത് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ വാക്യത്തിലൂടെ. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈശോ തന്നെ ആവിഷ്കരിച്ചൊരു വാക്ക് കിട്ടിയാൽ അത് മനസ്സിലാക്കിയ എളുപ്പമുണ്ട്. ഈ വിശുദ്ധ ആഗസ്തീനോസിനെ അമ്പരപ്പിച്ചൊരു വചനമാണ്. യേശു പല പ്രാവശ്യം ആവർത്തിച്ച് പറയാണ്, പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തില്, എനിക്ക് സ്വയമേവ യാതൊന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ പിതാവിന്റെ അടുക്കൽ ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയമേവ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ആഗസ്തീനോസ് ഞെട്ടിപ്പോയി. ഈശോ ദൈവമല്ലേ, ദൈവത്തിന് പറയാൻ പറ്റുമോ എനിക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്? ഐ കനോട്ട് ഡു എനിത്തിങ് ഓഫ് മൈ ഓൺ. ഐ ക്യാൻ ഡു ദ തിങ്സ്, ഓൺലി ദ തിങ്സ് ദാറ്റ് ഐ ഹാവ് സീൻ വിത്ത് മൈ ഫാദർ. എന്റെ പിതാവിന്റെ അടുക്കൽ കാണുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആളുകളാണെങ്കിൽ ഈ ബന്ധകസ്തകാരും യോഗവസാക്ഷികളൊക്കെ ആണെങ്കിൽ ഇതിനർത്ഥം കിട്ടാണ്ടാവുമോ ഒരു ഹെരസി, ഒരു പാഷാണ്ടെന്ന് ഉണ്ടാക്കി സഭയിൽ നിന്ന് പുറത്തു പോകും. ആഗസ്തീനോസ് വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണ്, ദൈവത്തോട് സ്നേഹവും. അതുകൊണ്ട് ഇങ്ങനെ ഈശോ ദൈവമായിരിക്കും എങ്ങനെ പറയാൻ പറ്റുമെന്ന് അദ്ദേഹം ചകഞ്ഞു നോക്കാൻ പോയി. അങ്ങനെ ചകഞ്ഞു വന്നപ്പോൾ രണ്ട് ചെറിയ വാക്കുകളിലൂടെ അദ്ദേഹം ഈശോയുടെ രഹസ്യം വെളിപ്പെടുത്തി. ആ രണ്ട് വാക്കുകൾ മലയാളത്തിൽ പറയാൻ പ്രയാസമുള്ളതാണ്, ഞാൻ ഇംഗ്ലീഷ് പറയാണ്. ഫ്രം ഫോർ. ആരാണ് ഈശോ? ടോട്ടലി ഫ്രം ദ ഫാദർ, ടോട്ടലി ഫോർ അതേഴ്സ്, നത്തിങ് ഫോർ ഹിംസെൽഫ്. ടോട്ടലി ഫ്രം ദ ഫാദർ. ദ സൺ ഈസ് ടോട്ടലി ഫ്രം ദ ഫാദർ. പുത്രൻ പൂർണ്ണമായും പിതാവിൽ നിന്ന്. ദ സൺ ഈസ് ടോട്ടലി ഫോർ അതേഴ്സ്. പുത്രൻ പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി യാതൊന്നുമില്ല. അപ്പോൾ പുത്രൻ തമ്പുരാൻ പൂർണ്ണമായും പിതാവിൽ നിന്ന്, പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി, ഇല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി, ബീയിങ് ഫോർ, അവരന് വേണ്ടി. അപ്പൊ ദൈവം തന്നെ വെളിപ്പെടുത്തിയത് അങ്ങനെയാണ്. ഈ എഹിയെ, അഷർ എഹിയെ എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, ഞാനായിരിക്കുന്നത് അവരന് വേണ്ടിയാണ്. അങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. ആ വെളിപാടിന്റെ മറ്റൊരു രൂപമാണ്, മറ്റൊരു മുഖമാണ് ഈശോ വെളിപ്പെടുത്തിയത്. ഞാൻ പൂർണ്ണമായും പിതാവിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് സ്വയമേവ ചെയ്യാൻ പറ്റില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായും പിതാവിൽ നിന്നാണ് ഞാൻ. പൂർണ്ണമായും മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ. എനിക്ക് വേണ്ടി തന്നെ ഞാൻ യാതൊന്നുമല്ല. അതുകൊണ്ടാണ് അവൻ ഉത്തമ മനുഷ്യൻ എന്ന് പറയണേ. തനിക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ പൂർണ്ണമായും പിതാവിൽ നിന്ന്, പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി. അതാണ് ഉത്തമ മനുഷ്യൻ. ഉത്തമ മനുഷ്യൻ യേശു മാത്രമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അതിന്റെ ഒരു പ്രത്യക്ഷ ലക്ഷണം കൂടിയാണ് കർത്താവിന്റെ പാർശ്വം പിളർക്കപ്പെട്ടത്. അവൻ ഇല്ലേ, പിതാവിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. രണ്ട് സ്നേഹങ്ങൾ കർത്താവിന് പിടിച്ചു വലിച്ചപ്പോൾ അവന്റെ ശരീരം പിളർന്നു പോയി. ദൈവസ്നേഹവും പരസ്നേഹവും. ഈ രണ്ട് സ്നേഹങ്ങൾ അവൻ പിടിച്ചു വലിച്ചപ്പോൾ അവൻ പിളർന്നു പോയി. ആ സ്നേഹത്തിന്റെ പിളർപ്പിനെയാണ് സ്ലീവ എന്ന് വിളിക്കുന്നത്. യേശുവിന്റെ ശരീരത്തിലെ സ്നേഹത്തിന്റെ പിളർപ്പിനെയാണ് സ്ലീവ എന്ന് വിളിക്കുന്നത്. കുരിശ് എന്ന് ചിലപ്പോൾ പറയും, പക്ഷെ സ്ലീവ എന്ന വാക്കാണ് നല്ലത്. അപ്പോൾ അപരന് വേണ്ടിയുള്ള ഉണ്മയാണ്, അപരന് വേണ്ടിയുള്ള സ്വത്വമാണ്, അസ്തിത്വമാണ് ദൈവത്തിൻ്റെത്.
ഞാനാകുന്നവൻ എന്ന് ദൈവം പറയുമ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നവനല്ല ഞാൻ. നോട്ട് ദ വൺ ഹു ഈസ് ബിക്കമിങ്. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ല, എപ്പോഴും ഒരേപോലെ ആകുന്നവൻ. ബട്ട് ദ വൺ ഹു ഈസ് എന്നാണ് അർത്ഥം. അതായത് എല്ലാം മാഞ്ഞു പോകുമ്പോഴും, എല്ലാം മറ്റുള്ളതൊക്കെ മാഞ്ഞു പോകുമ്പോഴും മായാതെ മറയാതെ എന്നും ഒരുപോലെ ഇരുന്ന് ശാശ്വതമായി നമ്മുടെ സാമീപ്യത്തിലുള്ളവൻ ദൈവം മാത്രമാണ്. ഞാൻ ഇതൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. എല്ലാം മാഞ്ഞു പോകുമ്പോഴും മായാതെ മറയാതെ എന്നും ഒരുപോലെയുള്ളവൻ ശാശ്വതമായി നമ്മുടെ സാമീപ്യത്തിലുണ്ട്. അതിനെയാണ് എഹിയെ അഷറഹിയെ, അയാം ഹു അയാം എന്ന വാക്കിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയത്. നിങ്ങൾക്ക് ക്രിസ്തുധർമ്മ പ്രവേശിക്കുക എന്ന് പറഞ്ഞ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം, അതിന്റെ 192 മുതലുള്ള വാക്യങ്ങൾ, പേജുകൾ വായിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ അവിടെ അദ്ദേഹം കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എഹിയെ അഷറഹിയെ, എഹിയെ എഹിയെ അഷറഹി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ആയിരിക്കുന്നവൻ ഞാനാകുന്നു, ഞാൻ എന്താണോ അതാണ് ഞാൻ, ഞാൻ തന്നെ. ഇങ്ങനെ പലതരത്തിൽ ഭാഷപ്പെടുത്താം. ഞാൻ ദ നെയിം ഓഫ് ഗോഡ് എന്നൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ 19 തരത്തിലുള്ള വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണത്. ചിലരുടെ കയ്യിലൊക്കെ പുസ്തകമുണ്ട്, അവരെന്നെ ചിലർക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എൻ്റെ എല്ലാ വിശദാംശത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. നിത്യനായ പൊരുളാണ് ഞാൻ, സനാതന സത്യമാണ് ഞാൻ, അനശ്വരനായ പരബ്രഹ്മമാണ് ഞാൻ, സമാനതകളില്ലാത്തവനാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ സൂചന കണ്ടു കഴിഞ്ഞു. ഒന്നും തന്നെ മൗലിക രൂപത്തിലുള്ള അതിന്റെ ധ്വനി സാന്ദ്രത പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല. വ്യാകരണം വഴുതിപ്പോകുന്നു, ഭാഷ ഇടറുന്നു, വാക്കുകൾ വിറയ്ക്കുന്നു. അതെ, ഇത് വെളിപ്പെടുത്തപ്പെട്ട ദൈവനാമം തന്നെ. ദൈവത്തിന്റെ പ്രകൃതത്തെയും സ്വഭാവത്തെയും മാനുഷികമായി നിർവചിക്കാൻ നമുക്ക് പരിമിതികളുണ്ട്. ദൈവനാമം ആയതിനാൽ നാം ഭാഷപ്പെടുത്താതെ മൗലിക രൂപത്തിൽ തന്നെ നമ്മളത് നിലനിർത്തിയിരിക്കുകയാണ്. അതാണ് എഹി അഷറഹി എന്ന് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഈ ഞാൻ ആകുന്നവൻ അല്ലേ, ഞാനാകുന്നവൻ ഞാനാകുന്നു, അത് അല്ലേ ഞാൻ അല്ലേ ദൈവം തന്നെ വെളിപ്പെടുത്താണ്. അത് ഹി ഈസ് അല്ലേ, ഹി ഈസ് വാട്ട് ഹി ഈസ് എന്ന് നമ്മൾ തേർഡ് പേഴ്സണിൽ പറയുമ്പോൾ ഹി ഈസ് എന്നുള്ളതിന്റെ അതാണ് യാഹ്വേ. എഹിയെ ഞാൻ, എഹിയെ ഹി ഈസ് യാഹ്വേ. ഹയ്യ എന്നാണ് ഹീബ്രു ധാതു. ഹയ്യ എന്നും സന്നിഹിതനാവുക, ഹാജരുണ്ടാവുക, ആയിരിക്കുക, ആയിരിക്കാൻ കാരണക്കാരനാകുക എന്നൊക്കെ ഹയ്യ എന്ന വാക്കിന് അർത്ഥമുണ്ട്. സ്വയംഭൂ ആയ ഞാൻ എല്ലാം സൃഷ്ടിക്കുന്നു, സ്വയംഭൂ ആയ ഞാൻ എല്ലാം സൃഷ്ടിക്കുന്നു. ഈ ഹയ്യ എന്ന വാക്കിന്റെ അർത്ഥം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അർത്ഥമാണ്. അതായത് സൃഷ്ടിക്കപ്പെടാത്ത ഞാൻ എല്ലാം സൃഷ്ടിക്കുന്നു. ഐ ആം ദ അൺക്രിയേറ്റഡ് ഹു ക്രിയേറ്റ്സ് എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. എല്ലാം അസ്തിത്വത്തിലേക്ക് വരാൻ കാരണം ഞാനാണ്. ഐ ആം ഹി ഹു കോസസ് ടു ബി. വേദപുസ്തകത്തിൽ എപ്പോഴും ഭാഷാശാസ്ത്ര കൃത്യതയേക്കാൾ ദൈവശാസ്ത്ര ചിന്തയ്ക്കാണ് പ്രാമുഖ്യം. അതിനാൽ ഭാഷാശാസ്ത്രപരമായ ഉത്ഭവമല്ല, ദൈവശാസ്ത്രപരമായ ധ്വനിയാണ് ഈ വെളിപാടിൽ കണക്കിലെടുക്കേണ്ടത്. ദൈവശാസ്ത്രപരമായ അർത്ഥപ്പൊരുളുകൾ നൽകാനും നിലപാടെടുക്കാനുമുള്ള വെറും ഒരു മാധ്യമം മാത്രമാണ് ഇവിടെ ഭാഷയും ഭാഷാശാസ്ത്രവും. നിത്യം നിലനിൽക്കുന്ന ഉണ്മയുള്ളവൻ, അതായത് സുപ്രീം ബീയിങ്, പരബ്രഹ്മം, അത് യാഹ്വേ മാത്രമാണെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുക. നിത്യം നിലനിൽക്കുന്ന ഉണ്മയുള്ളവൻ, പരബ്രഹ്മം, സുപ്രീം ബീയിങ്, അത് യാഹ്വേ മാത്രമാണ്. ഹെബ്രായ ബൈബിളിലെ ഞാൻ തന്നെ, അയാം ഹു അയാം എന്ന പാഠത്തെ ആയിരിക്കുന്നത് എന്തോ അത് ഞാനാണ്, അയാം ദാറ്റ് ഹീസ് എന്നാണ് സെപ്തുജന്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അയാം ഹു അയാം എന്ന് ഹീബ്രുവില് ഞാൻ തന്നെ. പക്ഷെ അത് ഗ്രീക്ക് സെപ്തുജന്തില് അയാം ഹി ദാറ്റ് ഈസ് എന്നാണ്. ആയിരിക്കുന്നത് എന്തോ അത് ഞാനാണ്. നാം ദിവസവും കൈകാര്യം ചെയ്യുന്ന എല്ലാ ചരാചരങ്ങൾക്കും നിദാനമായി സകലവും ചൂഴ്ന്നു നിൽക്കുന്ന ഒരാളുണ്ട്, ഒരു ഉണ്മയുണ്ട്, ഒരു സത്തയുണ്ട്. അത് യാഹ്വയാണ്. സ്ഥായിയായ ഉണ്മയുള്ളവൻ അവൻ യാഹ്വേ മാത്രമാണ്. ഈ രണ്ട് പരിഭാഷകൾ തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട്. അതായത് ഞാൻ തന്നെ എന്ന അയാം ഹു അയാം എന്നതും ആയിരിക്കുന്നത് എന്തോ അത് ഞാനാണ്, അയാം ദാറ്റ് ഹീസ് എന്ന് അത് ഇല്ലേ, അത് നമ്മൾ ചെറിയൊരു അന്തരമുണ്ട്.
ഈ ക്രിസ്തുധർമ്മ പ്രവേശിക 152 പേജുകളൊക്കെ നിങ്ങൾക്ക് വായിക്കാം. മോശയുടെ കാലത്തിന് മുൻപോ ഇസ്രായേലിന് പുറത്തോ യാഹ്വേ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നുവെന്നതിന് ഒരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ ചില പാസ്റ്റേഴ്സും മറ്റും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് യാഹ്വേ ഒരു ഗോത്രദേവനായിരുന്നുവെന്ന്. അറിവില്ലായ്മ എന്ന് കണ്ടാൽ മതി. അറിവില്ലായ്മ. ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല മോശയുടെ കാലത്തിന് മുൻപോ ഇസ്രായേലിന് പുറത്തോ യാഹ്വേ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നതായിട്ട്. യാഹ് എന്ന വാക്കുണ്ട്, യാഹ്. യോ എന്ന വാക്കുണ്ട്, യാഹ്വ് എന്ന വാക്കുണ്ട്, YAHW. യാഹ് YAH, യോ YO, യാഹ്വ് JAHW. ഈ ഏക സ്വരാക്ഷരങ്ങളാണ് ഇതൊക്കെ. ഏകസ്വരാക്ഷരങ്ങൾ ഇതൊക്കെ ഉപയോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ യാഹ്വേ YAHWEH എന്ന പൂർണ്ണരൂപം ആദ്യമായി ഉപയോഗിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ വിശ്വാസമാണ് അത് വികസിപ്പിച്ചെടുത്തത്. ചില മാതൃകകൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. യാഹ്, യോ, ജാഹ്വ് എന്നുള്ള ചില പൂർവ്വമാതൃകകൾ. പക്ഷേ ഇതിനു മുമ്പ്, മോശയ്ക്ക് മുൻപ് ഇസ്രായേലിന്റെ പുറത്ത് യാഹ്വേ എന്ന പൂർണ്ണരൂപം ഒരിക്കൽ പോലും ഉപയോഗിച്ചിരുന്നതായി ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ യാഹ്വേ എന്നത് ഒരു ഗോത്രദേവന്റെ പേരായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ശുദ്ധ ഭോഷ്കാണ്, മണ്ടത്തരമാണ്. ഇവരുടെ മുമ്പിലുണ്ടായിരുന്ന ചില മാതൃകകൾ, ചില സ്വരാക്ഷരങ്ങള് യാ, യോ, യാഹ്വ് എന്നീ സ്വരാക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, ഹീബ്രുവിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ പൂർണ്ണ രൂപം വികസിപ്പിച്ചെടുത്തത് യാഹ്വേ, മോശയാണ്, ഇസ്രായേലാണ്. അതിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വെളിപാടുണ്ട്. ദൈവം വെളിപ്പെടുത്തിയപ്പോഴാണ് ഇവർക്കത് വികസിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മോശയ്ക്ക് മുമ്പോ ഇസ്രായേലിന് പുറത്തോ യാഹ്വേ എന്ന പൂർണ്ണ രൂപം ഇതുവരെ ഉപയോഗിച്ചതായി തെളിവുകളില്ല. ഇതുവരെ തെളിവുകളില്ല. അതുകൊണ്ട് യാഹ്വേ എന്നത് ഗോത്രദേവന്റെ പേരായെന്നും പറഞ്ഞ് നടക്കുന്നതിൽ അവർക്ക് ഇതിന്റെ ചരിത്രം അറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പൂർവ്വമാതൃകൾ ഞാൻ പറഞ്ഞല്ലോ, ചില വാക്കുകൾ, സ്വരാക്ഷരങ്ങള്, യാ, യോ, അല്ലേ, യാഹ്വ് തുടങ്ങിയുള്ള ഈ സ്വരാക്ഷരങ്ങള് അവര് സർഗാത്മകമായി രൂപാന്തരപ്പെടുത്തി വിശ്വാസത്തിന് മോശയിലിട്ട് ദൈവത്തിന്റെ നാമമായി വാർത്തെടുത്തത്, ആ നാമത്തിൽ തങ്ങളുടെ ദൈവചിത്രത്തെ അവതരിപ്പിച്ചത് മോശയാണ്, ഇസ്രായേലാണ്. തീർച്ചയായിട്ടും ഇതൊരു ചരിത്രകാരന്റെ വീക്ഷണമാണ്. വെളിപാട് സ്വീകരിക്കാതെ ഈ ക്രിയാത്മക രൂപാന്തരപ്പെടുത്തൽ അസാധ്യമാണ് എന്ന വിശ്വാസയുടെ വീക്ഷണത്തെ അത് റദ്ദ് ചെയ്യുന്നില്ല. സർഗപ്രവൃത്തിയിൽ എപ്പോഴും ഉന്നതത്തിൽ ലഭിക്കുന്ന ഉൾക്കാഴ്ചയുണ്ട്. ആ ഉൾക്കാഴ്ചയും ഇവന്റെ സർഗാത്മകതയും ചേർന്നിട്ടാണ് ഈ ഏത് കണ്ടുപിടുത്തവും അല്ലെങ്കിൽ ഏത് സർഗപ്രവൃത്തിയും സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ സർഗാത്മകതയും ദൈവത്തിന്റെ വെളിപാടും ഒന്നു ചേരുകയാണ്. യാവൂൻ YAUN, യാവൂൻ, യാവ് YAU, YA എന്നീ ഹെബ്രായ വാക്യാംശങ്ങൾക്കർത്ഥം എന്റേത് അല്ലെങ്കിൽ എന്റെ ദൈവം എന്നൊക്കെയാണ്. ഒരു വൈയക്തിക ദൈവമാണ്, മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ദൈവമാണ് യാഹ്വേ എന്ന് വെളിപ്പെടുത്തുകയാണ്. സ്വയം ആളായിരിക്കുന്ന ദൈവം വ്യക്തികളെ കരുതലോടെ ശ്രദ്ധിക്കുന്ന ദൈവമാണ് എന്ന് ധ്വനി. സ്വയം വൈയക്തിക ഉണ്മയായ പേഴ്സണൽ ബീയിങ് ഈ ദൈവമാണ് മനുഷ്യൻ എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നത്. മോശയുടെ കാലത്തിന് മുമ്പ് ഇസ്രായേലിൽ ദൈവത്തെ വിശേഷിപ്പിക്കാൻ നിലനിന്നിരുന്ന പിതാക്കന്മാരുടെ ദൈവം എന്ന സ്വപ്നയിലേക്ക് ഇത് വെളിച്ചം വീശുകയാണ്. ദൈവം വെളിപ്പെടുത്തിയപ്പോൾ യാഹ്വേ എന്ന നാമം വെളിപ്പെടുത്തിയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണെന്നാണ്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ആളുകളുടെ ദൈവമാണ്, സ്ഥലത്തിന്റെ ദൈവമെന്നല്ല. വേളാങ്കണ്ണി മാതാവ്, എറണാകുളത്തമ്മ, അങ്ങനെയുള്ളതൊന്നും തീർച്ചയായിട്ടും സിയോൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വെളിപാടുകളുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ തനി സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നതല്ല. സ്ഥലത്തിന്റെ ദൈവമല്ല, ആളുകളുടെ ദൈവമാണ് യാഹ്വേ. ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇല്ലേ, ആളുകളുമായി ബന്ധപ്പെട്ടാണ് ദൈവം ഇരിക്കുന്നത്. സ്ഥലവും പ്രധാനപ്പെട്ടത് തന്നെ, ചരിത്രത്തിലെ പ്രധാനപ്പെട്ടതാണ്, കാലദേശങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. എങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആളുകൾ എന്നുള്ളതാണ് ഈ പോയിന്റ്. ദൈവമായ യാഹ്വേ ഇല്ലേ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് 3:15 നമ്മളെ ഇന്നത്തെ വായന കഴിഞ്ഞിട്ട് അടുത്ത വാചകത്തില്. യാഹ്വേ എന്ന വാക്ക് കർത്താവ് എന്നാണ് ഈ പരിഭാഷപ്പെടുത്തുന്നത് നമ്മൾ പലപ്പോഴും.
4 ദൈവനാമം എന്നാണ് സാധാരണയായി യാഹ്വേ പറയുക. ടെട്രാഗ്രമത്തോൺ 4 ദൈവനാമം. എന്താ പറയുക 4 എന്ന് പറയണേ? ഹീബ്രു ഭാഷയിൽ 4 അക്ഷരങ്ങളുണ്ട്. YHWH. അപ്പോ ഇല്ലേ 4 അക്ഷരം. ഈ 3:15 പുറപ്പെട 3:15 വെളിപ്പെടുത്തിയ ദൈവനാമത്തിന് എഹിയെ അഷറഹിയെ അതിന് തുല്യമാണ് യാഹ്വേ എന്ന നാമം. ആദ്യത്തേത് ഉത്തമ പുരുഷൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനാകുന്നു എഹിയെ എന്നാണെങ്കിൽ. രണ്ടാമത്തേത് മധ്യമ പുരുഷനിലാണ്, ഇല്ലേ, തേർഡ് പേഴ്സൺ. ഹീസ് യാഹ്വേ. ഹീസ് എന്നാണ് യാഹ്വേ എന്ന വാക്കിനർത്ഥം. എഹിയെ എന്നതിന് അയാമെന്നും. എഹിയെ അഷറഹിയെ ഞാൻ തന്നെ. ഹീസ് എന്നാണ് യാഹ്വേ എന്ന വാക്കിനർത്ഥം, എന്ന നാമത്തിനർത്ഥം. ഇത് ദൈവനാമമായതുകൊണ്ട് അതിന്റെ പരിശുദ്ധി അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ദൈവപ്രമാണങ്ങളിൽ 2ാമത്തേത് നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്, അഥവാ ദുരുപയോഗം ചെയ്യരുത്. ദൈവത്തിന്റെ തിരുനാമം ദുരുപയോഗം ചെയ്യരുത്, അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പുറപ്പാട് 20:7 പറഞ്ഞിരിക്കുക. എന്നിട്ടാണ് ഒരു കൂട്ടര് യഹോവയുടെ സാക്ഷികൾ എന്ന് പറഞ്ഞ് നടക്കണേ. യഹോവ സാക്ഷികള് 2ാം പ്രമാണം അവർ ലംഘിക്കുകയാണ്. യഹോവ എന്ന വാക്ക് എന്ന നാമം ലിറ്റർജിയുടെ പശ്ചാത്തലത്തിൽ അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. യഹോവയുടെ സാക്ഷികൾ എന്ന പേര് തന്നെ സത്യദൈവത്തിനെതിരാണ്. 2ാം പ്രമാണത്തിനെതിരാണ്. ദൈവത്തിന്റെ നാമത്തിന് പരിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന തരത്തിൽ ഉപയോഗിക്കുകയാണ് അവര്. അത് പാടില്ല. പിന്നീട് ഈ ജെറുസലം ദേവാലയത്തില് പുരോഹിതന്മാര് പ്രാർത്ഥനകൾ ഉരുവിടുന്ന സമയത്തല്ലാതെ, അതായത് ലിറ്റർജി സമയത്തല്ലാതെ മറ്റൊരു വേളയിലും ദൈവനാമം ഉച്ചരിക്കാൻ പാടില്ലാത്ത വിധം അത്രയേറെ പരിശുദ്ധമാണ് യാഹ്വേ എന്ന് കരുതപ്പെടാൻ തുടങ്ങി. വേദത്താളുകൾ വായിക്കുമ്പോൾ യാഹ്വേ എന്ന ദൈവനാമം ഉള്ളിടത്തെല്ലാം അവര് അദോണായ് എന്നോ ആ നാമം ഹഷേം ദ നെയിം എന്നോ ഉച്ചരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യമുണ്ട്, യാഹ്വേ എന്നതാണോ യഹോവ എന്നതാണോ ശരി? യാഹ്വേ എന്നതാണോ യഹോവ എന്നതാണോ ശരി? ബൈബിൾ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നു യഹോവ എന്നത് വ്യാകരണപരമായി അസാധ്യമാണ്. മസൊറട്ടസ് പാഠത്തെക്കുറിച്ചുള്ള മസൊറട്ടസ് എന്ന് പറഞ്ഞ ഒരു ഗണം യഹൂദന്മാരാണ്. ഈ ഹീബ്രു, ഇപ്പൊ മോഡേൺ ഹീബ്രു ഉണ്ടല്ലോ, ഇസ്രായേലിൽ ഇപ്പൊ സംസാരിക്കുന്ന ഭാഷ, അതിന് സ്വരാക്ഷരങ്ങളില്ല. അതുപോലെ തന്നെ പണ്ട് ഹീബ്രു ഭാഷയ്ക്ക് സ്വരാക്ഷരങ്ങളില്ല. ഈ സ്വരാക്ഷരങ്ങൾ ഇട്ടത് മസൊറട്ടസ് എന്ന് പറയുന്ന ഒരു ഗണം യഹൂദന്മാരാണ്. മസൊറട്ടസ് എന്ന് പറയുന്ന ഒരു ഗണമാണ്. അവരെക്കുറിച്ചുള്ള ഈ മസൊറട്ടസ് പാഠത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് യഹോവ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ ഹെബ്രായ അക്ഷരമാലയിലെ 4 വർണ്ണങ്ങളാണ് ദൈവനാമത്തിനായി ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. യോദ് വൈ, ഹേ എച്ച്, വാവ് ഡബ്ല്യു, ഹേ എച്ച്. അപ്പോ YHWH, യോദ് ഹേ വാവ് ഹേ. അപ്പൊ കൂട്ടി എഴുതുമ്പോൾ യാഹ്വേ എന്നാകും. പക്ഷെ ഇത് എങ്ങനെ ഉച്ചരിക്കണമെന്ന് അറിയില്ല. വവൽസ് ഇല്ലല്ലോ. YHWH, ഇതിലെവിടെ വവൽസ് ഇല്ല. സ്വരാക്ഷരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഉച്ചരിക്കുക? അതറിയില്ല. എല്ലാം വ്യഞ്ജനാക്ഷരങ്ങളായതുകൊണ്ട് എങ്ങനെ ഉച്ചരിക്കണം? ഇതില് ഈ വാക്ക് എങ്ങനെ ഉച്ചരിക്കണമെന്ന് മാർജിനിൽ കുറിച്ചിട്ടത് മസൊറട്ടസ് എന്ന സമുദായമാണ്. അതായത് ഈ ഹീബ്രു വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കണം. ഈ വാക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒറിജിനൽ ഹീബ്രുവില് ഒരു വാക്കിനും സ്വരാക്ഷരങ്ങളില്ല. അപ്പൊ സ്വരാക്ഷരങ്ങൾ ഇല്ലാത്ത വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമുള്ള ഭാഷ അതെങ്ങനെ ഉച്ചരിക്കണമെന്ന് ഈ മാർജിനിൽ അവർ കുറിച്ചിട്ടു, ഈ മസൊറട്ടസ് എന്ന് പറഞ്ഞ കൂട്ടര്. എന്നാൽ ഈ യാഹ്വേ എന്ന വാക്ക് എങ്ങനെ ഉച്ചരിക്കണമെന്ന് അവർ കുറിച്ചിട്ടില്ല. എന്നാൽ യഹോവ സാക്ഷികളെ പോലുള്ള ചില ക്രൈസ്തവ വിഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അദോണായ് എന്ന ആ വാക്കിലെ സ്വരാക്ഷരങ്ങൾ എടുത്തിട്ട് യാഹ്വേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോ ഉച്ചരിക്കാൻ പറ്റുമെന്നാണ് അവർ പറയണേ. അദോണായ് എന്ന വാക്കിലെ സ്വരാക്ഷരങ്ങൾ എടുത്തിട്ട് യാഹ്വേ എന്ന സ്വരാക്ഷരങ്ങളിൽ ചേർക്കുക. അപ്പോൾ അവരിങ്ങനെ ചേർത്തത് 4 അക്ഷരനാമം നമ്മൾ പറഞ്ഞല്ലോ. അതിൽ യോദ് എന്ന വ്യഞ്ജനത്തിന് ശേഷം ചിലപ്പോൾ എ എന്നും ഹേ എന്ന വ്യഞ്ജനത്തിന് ശേഷം അദോണായിലെ ഓ എന്നും ചേർത്തു. അപ്പോൾ ഹോ ആയി. പിന്നെ വൗ എന്ന വ്യഞ്ജനത്തിന് ശേഷം അദോണായ് എന്ന വാക്കിലെ അവസാനത്തെ ആ ചേർത്തു. എല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ യഹോവ എന്നായി. YEHOVA.
YOWAH, യഹോവ. അദോണ എന്ന വാക്കിലെ ആ എന്ന അവസാന ഭാഗം ചേർത്ത് ചിലര്, അപ്പോൾ യഹോവായ് എന്നായി. ചിലർ പറയും യഹോവായ് എന്നാണ് ഉച്ചരിക്കേണ്ടത്, ചിലർ പറയും യഹോവ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അദോണ എന്ന വാക്യം സ്വരാക്ഷരങ്ങൾ നോക്കുക. A O A AOAI. അദോണായില് ഡി ആണ് അവിടെ. അദോണായി എന്ന ഇതിനകത്ത് ഡിയും എന്നും മാത്രമാണ് വ്യഞ്ജനാക്ഷരം ഉള്ളൂ, ബാക്കിയെല്ലാം സ്വരാക്ഷരങ്ങളാണ്. AOAI. ഈ അക്ഷരങ്ങളൊക്കെ എടുത്തിട്ട് യഹോവ അല്ലേ, യാഹ്വ എന്ന അക്ഷരത്തിന്റെ YHWHന്റെ താഴേക്ക് ഇട്ടിട്ട് യഹോവ എന്നാക്കി. ഞാൻ പറഞ്ഞല്ലോ ഇത് തെറ്റിദ്ധാരണ മൂലമാണ് ഉണ്ടായതെന്ന്. ഈ ഒരു വ്യഞ്ജനാക്ഷരത്തിലെ ഒരു ഹീബ്രു വാക്ക് എങ്ങനെ വായിക്കണമെന്ന് ഈ മസറട്ടസ്കാര് മാർജിനിൽ എഴുതിയിട്ടു. അതിന് കേര കെറ്റിഫ് എന്ന് പറയാം. കെറ്റിഫ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റിട്ടൺ, എഴുതപ്പെട്ടത്. കേര എന്ന് പറഞ്ഞാൽ വായിക്കേണ്ടത്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് വായിക്കേണ്ടത്. എന്നാൽ ഈ ചില വാക്കുകൾ അവർ ഒഴിവാക്കി, അതായത് സ്വരാക്ഷരങ്ങൾ എഴുതിയില്ല. അവയെ നിത്യമായ കേരെ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അതായത് അതിന്റെ അത് ഉച്ചരിക്കുന്ന എങ്ങനെയൊന്നും എഴുതാൻ പാടില്ല, എങ്ങനെ എഴുതാൻ പാടില്ല, അവിടെ ഉച്ചാരണം നൽകാൻ പാടില്ലെന്ന് ഈ മസറട്ടസ്കാർ വിച്ഛേദിച്ചു. അങ്ങനെ ഒഴിച്ചിട്ട വാക്കുകളിൽ മുഖ്യമായത് 4 അക്ഷര ദൈവനാമമാണ്. അത് ഉച്ചരിക്കാനേ പാടില്ലാത്തതാണല്ലോ. ഉച്ചരിക്കാൻ പാടില്ലാത്ത നാമമാണെങ്കിൽ പിന്നെന്തിനാണ് ഉച്ചാരണം എഴുതിയിരണേ? പിന്നെ അതിന്റെ ഉച്ചാരണം അറിയാവുന്നത് ആരാണ്? പുരോഹിതന്മാര്. അവര് ലിറ്ററേച്ചറിൽ മാത്രം ഉപയോഗിക്കുന്നത്. അവർക്ക് പുരോഹിതന്മാർക്ക് അത് അറിയാം, സാധാരണക്കാരത് അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് മസറട്ടസ് എന്ന് പറഞ്ഞ വിഭാഗക്കാര് ഈ ദൈവനാമത്തിന്റെ ഈ യാഹ്വ എന്നതിന്റെ ഉച്ചാരണം എങ്ങനെയായിരിക്കണമെന്ന് മാർജിനിൽ എഴുതിയില്ല. അവാച്യമായ ദൈവമായത് കൊണ്ടാണ് അത് അവർ എഴുതാതിരുന്നത്, ഉച്ചരിക്കാൻ പാടില്ലാത്തത്. അതിനാൽ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കെത്തിഫ് ഇടങ്ങളിലെല്ലാം അദോണായി എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി. ഈ യാഹ്വേ എന്നുള്ളതുണ്ടല്ലോ, എഴുതപ്പെട്ടിരിക്കുന്നത് യാഹ്വേ എന്നാണ്, പക്ഷേ യാഹ്വേ എന്ന് അവർ എങ്ങനെ ഉച്ചരിക്കേണ്ടത് എഴുതിയിട്ടില്ല. അതുകൊണ്ട് അദോണായി എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി. ഈ മസറട്ട് സമുദായത്തിന്റെ ബൈബിളിൽ 6518 പ്രാവശ്യമാണ് ഈ 4 അക്ഷര ദൈവനാമം യാഹ്വേ എന്നത് വന്നിരിക്കുന്നത്. ഇതിന് പുറമെ 305 പ്രാവശ്യം യഹോവിഹ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. YEHOWEIH, യഹോവിഹ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും അതെങ്ങനെ ഉച്ചരിക്കണമെന്ന് മസറട്ട് സമുദായം രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. അതിനാൽ അദോണ എന്ന വാക്കിലെ സ്വരാക്ഷരങ്ങൾ എടുത്ത് AEOA എന്നുള്ള അക്ഷരങ്ങളും അയ്യൊക്കെ എടുത്ത് 4 അക്ഷര ദൈവനാമത്തിന് നൽകി അതിന് യഹോവ എന്നോ യഹോവ എന്ന് ഉച്ചരിക്കുന്നത് ശരിയല്ല. ഈ കാര്യത്തിൽ വേദശാസ്ത്രയുടെ എല്ലാവരും ഒറ്റ അഭിപ്രായമാണ്. യാഹ്വ എന്ന ദൈവനാമത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളും അദോണ എന്ന വാക്കിലെ സ്വരാക്ഷരങ്ങളും കൃത്രിമമായി കൂട്ടിയോജിപ്പിച്ചാണ് ഈ യഹോവ എന്ന നാമം ഇവർ സൃഷ്ടിച്ചെടുത്തത്. ആരാണ് ആദ്യം സൃഷ്ടിച്ചത്? ക്രിസ്തുവർഷം 1520. ക്രിസ്തുവർഷം 1520 ഗലാത്തിനസ് സന്യാസി ലത്തീനിലും 1530 വില്യം ടിൻഡയില് ഇംഗ്ലീഷിലും യഹോവ എന്ന് ഉപയോഗിച്ചു. അന്നത്തെ ഇംഗ്ലീഷിൽ IJY എന്നീ വർണ്ണങ്ങളില്ല. IJY ഒന്നും അന്നത്തെ വർണ്ണങ്ങളില്ല. ഐ മാത്രമേ ഉള്ളൂ. അതുപോലെ UV എന്നീ വർണ്ണങ്ങളില്ല, യു മാത്രമേ ഉള്ളൂ. അതിനാൽ അന്നത്തെ ഇംഗ്ലീഷിൽ യഹോവയുടെ ലിപി വിന്യാസം എങ്ങനെയായിരുന്നു? IEHOUAH, യഹൂവ അങ്ങനെ പറ്റുള്ളൂ. IEHOUAH ഇതാണ് 1530 യഹോവയുടെ സ്പെല്ലിംഗ്, ലിപി വിന്യാസം. പിന്നീട് പല ബൈബിൾ ഭാഷകളിലും യഹോവ, ചിലപ്പോൾ ജഹോവ എന്നൊക്കെ കാണപ്പെടാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ സത്യവേദ പുസ്തകത്ത് യഹോവ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിനെ ആസ്പദമാക്കി പരിഷ്കരിക്കുമ്പോൾ ഒരു മാറ്റമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 4 അക്ഷര ദൈവനാമത്തിൽ സ്വരാക്ഷരങ്ങളില്ല. അതിനാൽ അതിന്റെ മൗലികമായ ഉച്ചാരണം യാഹ്വേ എന്നാണ്. സ്വരാക്ഷരങ്ങൾ ഇല്ലെങ്കിൽ യാഹ്വേ എന്ന് ഉച്ചരിക്കാൻ പറ്റൂ എന്നും അങ്ങനെയായിരുന്നു. അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ അമേരിക്കയിലെ വാച്ച് ടവർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ യഹോവ സാക്ഷികളുടെ കേന്ദ്രം അതാണ് വാച്ച് ടവർ. ഞാനതിനെ വാച്ച് ടവർ ഓഫ് ദ ഡെവിൾസ് വാച്ച് ടവർ എന്നാണ് വിളിക്കുക. അവിടുന്ന് ഇറക്കിയിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഈ യാഹ്വേ എന്ന 4 അക്ഷര ദൈവനാമത്തിന് യഹോവ എന്ന ഉച്ചാരണം ശരിയല്ല എന്നാണ് മിക്ക വേദശാസ്ത്രങ്ങളും പറയുന്നത്. അത് നമുക്കറിയാം.
എങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ യഹോവ എന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് നമ്മളത് തുടരുകയാണ്. എങ്ങനെയുണ്ട്? യഹോവ എന്ന് ദൈവനാമത്തെ ഉച്ചരിക്കുന്നത് ശരിയല്ലെന്ന് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നു. അത് സത്യമാണ്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളത് കുറച്ചുനാൾ ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ അതിൽ തുടരുകയാണ്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ കുറെ നാൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രനാളും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ വ്യഭിചാരം തുടരുകയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ വ്യഭിചാരം ചെയ്യരുതെന്ന പ്രമാണം നൽകിയവൻ തന്നെയാണ് ദൈവത്തിന്റെ നാമം യാഹ്വേ ദുരുപയോഗം ചെയ്യരുത്, അനാവശ്യമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കരുത്, ലിറ്റർജിക്കല്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെളിപ്പെടുത്തിയത്. ലിറ്റർജിയിൽ പോലും എപ്പോഴും പാടില്ല. പാപപരിഹാര ദിനത്തിൽ മാത്രമാണ് മഹാപുരോഹിതൻ ഇസ്രായേൽ അത് ഉച്ചരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഉച്ചരിക്കില്ല. അപ്പോൾ രണ്ടാം പ്രമാണം വിലക്കിയിരിക്കുന്ന കാര്യമാണ് യഹോവയുടെ സാക്ഷികൾ ലംഘിക്കുകയാണ്. അവർക്കത് ഇല്ലേ, ആ പ്രമാണം എന്ന് പറഞ്ഞാൽ അവർക്ക് മൂന്നാം പ്രമാണമായിട്ടാണ് അവർ പറയണേ. രണ്ടാം പ്രമാണം വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയണേ. നമ്മളത് ഒന്നാം പ്രമാണത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. ഏതായാലും ദൈവപ്രമാണത്തിൽ ഒന്നാണ് യഹോവയുടെ സാക്ഷികളെ ലംഘിക്കുന്നത്. യഹോവ എന്ന വാക്ക് ഉച്ചരിക്കാൻ പറ്റില്ല, യഹോവ എന്ന് പറയാൻ പറ്റില്ല, യാഹ്വേ എന്ന് തന്നെ പറയണം. അദോണായ് എന്ന ആ വാക്കിലെ വവൽസ് എടുത്തിട്ട്, സ്വരാക്ഷരങ്ങൾ എടുത്തിട്ട് യാഹ്വേയിലെ സ്വരാക്ഷരങ്ങളെ താഴെയും മുകളിലൊക്കെ ഇട്ടിട്ട് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് യഹോവ. അത് തെറ്റായതാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. യാഹ്വേ എന്നാണ് ശരിക്കുള്ളത്, അതും ഉച്ചരിക്കാൻ പാടില്ല. ലിറ്റർജിക്ക് പുറത്ത് ഉച്ചരിക്കാൻ പാടില്ല. യഹോവയാണെന്നാണെങ്കിലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് യഹോവയുടെ സാക്ഷികള് അവരുടെ പേരിൽ തന്നെ തെറ്റാണ്. അവർ ദൈവപ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും. അതിനാൽ നമ്മൾ അവരിൽ നിന്നും അകലം പാലിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയും വേണം. ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് നമുക്കൊരു കൺക്ലൂഷൻ എടുക്കണ്ടേ? അപ്പൊ എന്താണ് ഈ ദൈവം വെളിപ്പെടുത്തിയ എഹിയേ അഷർ എഹിയേ അല്ലെങ്കിൽ യാഹ്വേ ഇല്ലേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. നീ ഈജിപ്തിലേക്ക് പോ. ഞാനെങ്ങനെ പോകും? ഞാൻ അവിടെ ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നവനാ. ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ നാക്കിലിരിക്കും. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാ. നീ പോ. നീ എനിക്ക് വേണ്ടി പോ. ഞാൻ നിനക്ക് വേണ്ടിയാണ്. എന്തൊരു ഗംഭീരമായ ഒരു ഉറപ്പാണത്. ഞാനായിരിക്കുന്നത്, ഞാൻ ദൈവമായിരിക്കും നിനക്ക് വേണ്ടിയാണ്. നീ എന്ന ആൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ന ആള് ആയിരിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി പോ. ഞാൻ പറയുന്ന കാര്യം നീ പറയേ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യേ. എന്നിട്ട് എന്റെ ജനത്തെ നീ കൊണ്ടുപോവാ. ഇങ്ങനെ ഒരു മിഷനെ അല്ലേ ഉറപ്പിച്ച് ഈ എന്താ പറയാ ധൈര്യപ്പെടുത്തി വിടുകയാണ് മോശയെ. ഇന്ന് നമ്മയാണ് ധൈര്യപ്പെടുത്തി വിടുന്നത്. നമുക്കറിയാലോ, മിഷൻ പ്രവർത്തനം അത്ര എളുപ്പമൊന്നുമല്ല. സംഗതി നമ്മൾ പറയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ശരിക്കും സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും. എന്നാലും നമ്മൾ പേടിക്കരുത്. എന്താ പേടിക്കരുതെന്ന് പറയണേ? ഇപ്പോ 36 കോടി, അതായത് 200 കോടി ക്രിസ്ത്യാനികളാണ് ലോകത്തുള്ളത്. ഇതിൽ 36 കോടി ക്രിസ്ത്യാനികളെ പ്രധാനമായിട്ടും മുസ്ലിംസ് ആക്രമിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ 36 കോടി ക്രിസ്ത്യാനികളെ എവിടെയെങ്കിലും, നൈജീരിയ ഒക്കെ അടക്കമുള്ള എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾ തിരിച്ചാക്രമിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തേ? ഇതിനേക്കാളും വളരെ രൂക്ഷമായ മതമർദ്ദനവും ഉണ്ടായിരുന്നു 1-ാം നൂറ്റാണ്ടിലൊക്കെ. ഈ സ്നാപിയോനം കൊല്ലപ്പെടുകയായിരുന്നു അല്ലേ, കഴുത്തറുത്ത് അല്ലേ കൊല്ലപ്പെടുകയായിരുന്നു. ഈശോയെ കുരിശിൽ തൂക്കി കൊല്ലുകയായിരുന്നു. എസ്തപ്പാനസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. ഈ സബദിയുടെ മകൻ യാക്കോബിനെ കഴുത്ത് വെട്ടി കൊല്ലുകയായിരുന്നു. പിന്നെ യേശുവിന്റെ സഹോദരൻ എന്നറിയപ്പെട്ടിരുന്ന യേശുവിന്റെ കസനായ യാക്കോബിനെ കൊല്ലുകയായിരുന്നു. 64 പത്രോസിനെ തലകീഴായി കൊല്ലുകയായിരുന്നു. 67 റോമായിൽ വെച്ചിട്ട് പൗലോസിനെ തലവെട്ടി കൊല്ലുകയായിരുന്നു. 72 നമ്മുടെ നാട്ടിൽ വെച്ച് തോമസ്ലിയെ കുന്തം കൊണ്ട് കുത്തി കൊല്ലുകയായിരുന്നു. എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. ഈ 12 പേരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും 12 സ്ലീഹന്മാരും പിന്നെ എസ്തപ്പാനോസും സ്നാപകനും യേശു ഒക്കെ കൂട്ടിയാൽ ആദ്യം ഉണ്ടായിരുന്ന 10-15 പേരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. അവരിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ 200 കോടിയായത്. 2000 കൊല്ലം കൊണ്ടാണ്. അത് തീരെ മോശമൊന്നുമല്ല. അതിനകത്ത് ചില ഈ രാഷ്ട്രീയ കാരണങ്ങളെ ചില രാജ്യങ്ങളിൽ പള്ളിയിൽ പോകാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രാൻസിൽ പ്രശ്നമുണ്ട്, ജർമ്മനി പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാവരുടെയും പ്രശ്നമുണ്ടോ? എല്ലാ രാജ്യങ്ങളിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ആളുകൾ കൂടുതൽ പോയിരിക്കുന്നത് ജർമ്മനി ആയതുകൊണ്ട് ജർമ്മനിയിൽ, അതും കിഴക്കൻ ജർമ്മനിയിൽ
അധികം പേര് പള്ളി വരാത്തത് കൊണ്ട് പള്ളി മുഴുവൻ നശിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അതൊരു റിവൈവലിന്റെ കാര്യമാണ്. പിന്നെ അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്, മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല, രാഷ്ട്രീയ കാരണം കൊണ്ടാണ്. അതൊരു വിശദാംശം ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസം ക്ഷയിച്ചു, യൂറോപ്പിൽ വിശ്വാസം പോയി എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനിപ്പോ 2003 മുതൽ ഞാൻ വിദേശത്താണ്. പണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുമായിരുന്നു ഒരു 50% ആളുകൾ. പക്ഷെ അത് കഴിഞ്ഞു. ഇപ്പോഴോ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളായിട്ടും മറ്റു വിവിധ ഗ്രൂപ്പുകളായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും എന്തുമാത്രം ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലാണ് സഭ ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കണേ. പണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് മാത്രം പോയിരുന്ന ആളുകള് ഇപ്പോ സദാസമയം ബൈബിളായിട്ടും പ്രാർത്ഥനയായിട്ടും പാട്ടായിട്ടും പിന്നെ ഓൺലൈനായിട്ടും എല്ലാ കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുക. സഭയുടെ ആ രൂപമാറ്റം, ഒരു പരിണാമം സഭയിൽ സംഭവിച്ചിരിക്കുന്നു. അതിന് വിശ്വാസത്തിന്റെ ക്ഷയമായിട്ട് കണക്കാക്കിയാൽ വിവരമില്ല എന്ന് ഞാൻ അവർക്ക് പറയൂ. പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് മാത്രം വിധിക്കുന്ന തീർത്തും തെറ്റായ മാനുഷിക വിധി. അതായത് പണ്ട് പള്ളി പോയിരുന്നു, ഇപ്പൊ പള്ളിപ്പോക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ കർത്താവിൽ വിശ്വാസം കൂടിയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഈ വിശ്വാസം കുറഞ്ഞപ്പോഴാണ് ഇപ്പോ ഇല്ലേ വർഗീയവാദം കൂടി, വർണ്ണവെറി കൂടി. ഈ യൂറോപ്പിലൊക്കെ വർണ്ണവെറി, വംശവെറി കൂടി, നമ്മുടെ നാട്ടില് വർഗീയത കൂടി. എന്താ കാര്യം? ക്രിസ്തീയ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വർണ്ണവെറിയും വംശവെറിയും ജാതിവെറിയും ഒക്കെ. ഇപ്പൊ അമേരിക്കയിലെ ഇല്ലേ വംശവെറി കൂടിയിരിക്കുകയാണ് കഴിഞ്ഞൊരു 5-10 കൊല്ലമായിട്ട്. എന്തേ കാര്യം? വിശ്വാസത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ കുറവ് വന്നാൽ ക്രൈസ്തവ വിശ്വാസം എന്താ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. കറുത്തോ വെളുത്തോ ബ്രൗണോ അതൊന്നും ഒരു വിഷയമല്ല. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാ. സനാതനധർമ്മം എന്താ പറയുന്നത്? കുറച്ച് പേര് മുകളിലുള്ളവരാണ്, പിന്നെ ഉള്ളവര് അതിന് കുറച്ച് താഴെയുള്ളവര്, പിന്നെ കുറച്ച് താഴെയുള്ളവര്, പിന്നെ കുറച്ച് താഴെയുള്ളവര്. 4 ഗണങ്ങളാണ് ശരിക്കും ദൈവത്തിന്റെ ഉള്ളോ. മഹാഭൂരിപക്ഷവും ഔട്ട് കാസ്റ്റ് ആണ്, പുറജാതിക്കാരാണ്. അവര് ദൈവത്തിന്റെ ആളുകളല്ല. അവർ ഈ 4 ജാതികളെ സേവിക്കാൻ വേണ്ടിയുള്ള ആ സനാതന ധർമ്മം നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു കൂട്ടർ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യയെ സനാതന ധർമ്മമാക്കണം. അതിനെതിരാന്ന് പറഞ്ഞിട്ടാണ് ഒരുത്തൻ ഷൂ എറിഞ്ഞത് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തട്ടുതട്ടായി തിരിച്ച് ഇങ്ങനെ വർഗീകരിച്ച് എല്ലാവരും തുല്യരല്ല എന്ന കാര്യം സനാതനമാക്കുക, ശാശ്വതമാക്കുക. അവിടെയാണ് ക്രിസ്ത്യാനികള് അവരുടെ യാഹ്വയെ പ്രഘോഷിക്കേണ്ടത്. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും അവർ തുല്യരാണ്, അന്തസ്സുള്ളവരാണ്. ആണോ പെണ്ണോ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആകട്ടെ, ഏക സത്യദൈവം യാഹ്വേ, ഞാൻ ആയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ യാഹ്വേ, അവന്റെ ആളുകളാണ് സകലരും. ഈ വിശ്വാസമാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ മറിച്ചുള്ള തത്വചിന്തകൾ നടക്കുമ്പോൾ ഒരു കൂട്ടര് പൊളിറ്റിക്കൽ ഇസ്ലാം, അതായത് ലോകത്ത് മുഴുവൻ ശരീഅത്ത് കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്നു. മറ്റൊരു കൂട്ടര് ജനങ്ങളെ തട്ടുതൊട്ടാക്കി തിരിച്ച് സമത്വമില്ല എന്ന് പഠിപ്പിക്കാൻ നടക്കുന്നു. അവിടെയാണ് ഏകസത്യദൈവം യാഹ്വേ പറയുന്നത്, എന്റെ ജനമാണ് സകല മനുഷ്യരും എന്റെ മക്കളാണ്, അവർക്ക് വേണ്ടിയാണ് ഞാനായിരിക്കുന്നത്, ഞാൻ ദൈവമായിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അങ്ങനെ പറയുന്ന ദൈവത്തെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. മിഷൻ ഞായറിൽ അത് പ്രഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ, എല്ലാ ദിവസവും പ്രഘോഷിക്കാൻ കഴിയട്ടെ. മിഷൻ ഞായറിൽ അത് നമ്മൾ ഓർമ്മപ്പെടുത്തട്ടെ. ഇങ്ങനെ പ്രഘോഷിക്കുന്നവർക്ക് ആളുകൊണ്ടും അർത്ഥം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റു തരത്തിൽ സഹായങ്ങൾ നൽകാനായിട്ടും നമ്മൾ തയ്യാറാകുക. അപ്പോൾ നമ്മുടെ ജീവിതം സാർത്ഥകമാകും. ഏതായാലും മരിക്കണം. അത് സുവിശേഷം പ്രഘോഷിച്ച് മരിക്കാൻ പറ്റിയാൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരെ കാലുകൾ എത്ര സുന്ദരം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ചർച്ച് ആക്ട് അനിവാര്യമോ, അത് വേണോ? ചർച്ച് ആക്ട് വന്നാൽ ശബരിമലയിലെ സ്വർണക്കൊള്ള പോലെയാകുമോ? പലരും ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ചിരുന്നു. വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നെങ്കിലും പലരും വിളിച്ചു. ഞാൻ ചെറിയ ഗ്യാപ്പുകൾ കിട്ടിയപ്പോഴൊക്കെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. അപ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, എറണാകുളത്ത് ഒരു സിംബോസിയം പോലെ നടക്കുന്നുണ്ട്, ചർച്ച് ആക്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയാണ് ഇതിൽ നടക്കുന്നത്, അതിൽ പങ്കെടുക്കണമോ? അതാണ് ചോദ്യം. അപ്പോൾ ചർച്ച് ആക്ട് അനിവാര്യമാണോ? ഈ ചർച്ച എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്,
അതിൽ പങ്കെടുക്കണോ, എന്താണ് ചർച്ച ആക്ട്, എന്തിനാണ് സഭയിലെ പലരും അതിനെ എതിർക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ കുറച്ച് അൽമായര് ചർച്ച ആക്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ് പള്ളിയുടെ സ്ഥാപനങ്ങൾ തന്നെ സിംബോസിയോ സമ്മേളനമൊക്കെ സംഘടിപ്പിക്കുന്നത്, ഇതിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് ശരിയാണോ, പങ്കെടുക്കണോ? ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പണ്ട് നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയം, ഇലക്ഷന്റെ തീയതിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില സ്ത്രീകൾ അതിങ്ങനെ പല ഗണങ്ങളായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് എന്നെ കാണാൻ വന്നു. അപ്പം അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഇന്ന പാർട്ടിക്ക് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങളെ നിർബന്ധിക്കുന്നു. സഭയുടെ താല്പര്യം എന്താണ്? ഞങ്ങൾ സഭയുടെ താല്പര്യം പോലെ ചെയ്യാം. ഞങ്ങളുടെ ഭർത്താക്കന്മാർ പറയുന്ന പോലെയല്ല, സഭയുടെ താല്പര്യം പോലെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് സ്ത്രീകൾ, അത് കുറച്ചധികം പേരുണ്ട്, പല ഗ്രൂപ്പുകളായിട്ടാണ് വന്നത്. ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? സഭയുടെ താല്പര്യം പറഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യാം. ഞങ്ങളുടെ ഭർത്താക്കന്മാർ നിർബന്ധത്തിനൊന്നും ഞങ്ങൾ വഴങ്ങില്ല. അന്ന് ഞാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു, അവരതുപോലെ വോട്ട് ചെയ്തു. അവർ വോട്ട് ചെയ്തയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് ചരിത്രം. മന്ത്രിസഭയുടെ രൂപവൽക്കരണം കഴിഞ്ഞ് ആ മുഖ്യമന്ത്രി എന്നെ കാണാൻ വന്നു. അന്ന് എനിക്ക് 26 വയസ്സ് പ്രായം. ഞാൻ ട്രാൻസ്ഫർ ആകുന്നതിന്റെ തലേ ദിവസവും മുഖ്യമന്ത്രി എന്നെ കാണാൻ വന്നു. അന്നത്തെ ജില്ലാ കളക്ടറും അന്നത്തെ കൃഷിമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അല്ലേ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ഞങ്ങളിൽ പങ്കെടുക്കണോ, ഇതെല്ലാം ഈ സഭയോട് കൂറുള്ള മനുഷ്യരെ അവർ വേണ്ടപ്പെട്ടവർ ചോദിച്ചും അവർക്ക് അറിയാനുള്ള മാർഗങ്ങളുണ്ട്, അങ്ങനെയാണ് ചെയ്യുക. എനിക്ക് ഇതാണ് തോന്നിയത്. ഈ ചർച്ച് ആക്ട് സിംബോസിയത്തിൽ ഞങ്ങൾ പങ്കെടുക്കണമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ അന്നത്തെ അതേ രീതി ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് സഭയുടെ താല്പര്യം എന്ത്, ഞങ്ങളുടെ സഭയുടെ താല്പര്യത്തോടൊപ്പം നിൽക്കാം എന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ അവരാണ് ചോദിച്ചത്, ഈ ചർച്ച ആക്ട് ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പാടുണ്ടോ, പങ്കെടുക്കണോ, എന്തിനാണ് ഈ ചർച്ച ആക്ട് സിംബോസിയം, അതെന്തിനാണ് പള്ളി കെട്ടിടത്തിൽ നടക്കുന്നത്? ചർച്ച ആക്ട് ഇത് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 2009 ജസ്റ്റിസ് VR കൃഷ്ണയ്യര് അദ്ദേഹത്തിന്റെ കമ്മീഷൻ തയ്യാറാക്കിയ ദ കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ 2009 എന്നൊരു കരട് ബില്ല് ഉണ്ടാക്കി 2009. അതിനെ പിന്തുടർന്ന് 2019 കേരള നിയമപരിഷ്കാര കമ്മീഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനെയാണ് ഇപ്പം നമ്മൾ ചർച്ച ആക്ട് എന്ന് വിളിക്കുന്നത്. ദ കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബില്ല് 2019. ഇതൊരു കരട് രേഖയാണ്, നിയമമാക്കിയിട്ടില്ല, അങ്ങനെ ആക്കണം. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഈ ചർച്ച ആക്ട് എന്ന് വിളിക്കുന്നത്. അത് ചർച്ച ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരണം, പള്ളിയുടെ സ്വത്തും സ്ഥാപനങ്ങളെല്ലാം ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അങ്ങനെ ആക്കണം എന്നൊക്കെയാണ് ഈ ചർച്ച ആക്ടിൽ നിർദ്ദേശിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാതെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. നമ്മുടെ പള്ളികളിലെ നേർച്ച പിരിവും സ്ഥാവര ജംഗമ വസ്തുക്കളും സ്വർണം, വെള്ളി എന്നിവയൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ പേരില് സകലമാനം രാഷ്ട്രീയക്കാർക്കും കൈയിട്ട് വാരാൻ അനുവദിക്കണമെങ്കിൽ ചർച്ച ആക്ട് നല്ലതാണ്. നമ്മുടെ പള്ളിയിലെ നേർച്ചപ്പിരിവും സ്ഥാവര ജംഗമ വസ്തുക്കളും സ്വർണം, വെള്ളി എന്നിവയും ജനാധിപത്യ സംവിധാനത്തിന്റെ പേരും പറഞ്ഞ് സകലമാനം രാഷ്ട്രീയക്കാർക്കും കൈയിട്ട് വാരാൻ അനുവദിക്കണമെങ്കിൽ ചർച്ച ആക്ട് വളരെ നല്ലതാണ്, അനിവാര്യമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതിലേക്കാണല്ലോ കൈ ചൂണ്ടുന്നത്. സ്വർണ്ണക്കൊള്ളയും വെള്ളിയും ചെമ്പൊന്നും മാത്രമല്ല, പല ക്ഷേത്രങ്ങളുടെയും അമ്പലങ്ങളുടെയും ഈ സ്ഥാവര വസ്തുക്കൾ, അതായത് ഭൂമി പോലും, ഏക്കർ കണക്കിന് ഭൂമി പോലും ഇപ്പൊ ചില പാർട്ടിക്കാരുടെയും ചില വ്യക്തികളുടെയും കയ്യില, ക്ഷേത്രത്തിന്റെ ആയിരുന്നു. അപ്പോ ജംഗമം മാത്രമല്ല, സ്ഥാവരമായ ഭൂമി പോലും തട്ടിയെടുത്ത് അമ്പലങ്ങളെയും ക്ഷേത്രങ്ങളെയും കൊള്ളയടിക്കുക. ഇത് ശബരിമലയിൽ മാത്രം പ്രശ്നമല്ല. അപ്പോൾ എല്ലാ മതസ്ഥാപനങ്ങളിലും ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ്, ദേശരാഷ്ട്രത്തിന്റെ പേരും പറഞ്ഞ് കൈയിട്ട് വാരി കൊള്ള നടത്തുക, അതാണ് ചർച്ച ആക്ട് കൊണ്ടുവന്നാൽ സംഭവിക്കുക. ലക്ഷ്യമൊക്കെ വലിയ ഗംഭീര ലക്ഷ്യമൊക്കെ പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരെല്ലാം പുണ്യാളന്മാരും മത നേതാക്കളെല്ലാം പാപികളുമാണെന്നാണ് പല ആളുകളുടെയും വിചാരം, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം എന്തുമാത്രം യൂട്യൂബ് ചാനലാണ് സഭയെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്നത്.
സഭയെ ലക്ഷ്യം വെച്ച് യുദ്ധരംഗങ്ങളിലടക്കം കത്തോലിക്ക സഭ ചെയ്യുന്ന ചാരിറ്റിയുടെ 10-1 പോലും ഇതുവരെ ഒരു ലോകമതങ്ങളും ചെയ്തിട്ടില്ല. ഒരു ലോകമതങ്ങളും കത്തോലിക്ക സഭ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങളുടെ 10% പോലും മറ്റ് സംഘടനകൾ ചെയ്തിട്ടില്ല. എന്നിട്ടും കത്തോലിക്ക സഭയിലെ സകലമാനം കാര്യങ്ങളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ചാനലുകൾ പ്രവർത്തിക്കുന്നു. കാരണം ഈ നന്മ കാണുമ്പോൾ അവർക്ക് ഇരിക്കപ്പൊറുതിയില്ല. സഭയുടെ നന്മ കാണുമ്പോൾ അവർക്ക് ഇരിക്കപ്പൊറുതിയില്ല. അതുകൊണ്ടാണ് ഈ എറണാകുളത്തിന്റെ കാര്യത്തിൽ പോലും എങ്ങനെയെങ്കിലും ഈ സഭയെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറക്കിയിരിക്കുന്നവരുടെ കയ്യില് ചട്ടുകമായിട്ട് എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും മാറി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ ലിറ്റർജി ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം, അതിനേക്കാളൊക്കെ വളരെ ആഴത്തിലുള്ള പ്രശ്നമാണ്. അപ്പൊ സീറോ മലബാർ സഭയെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി കരാറെടുത്തിരിക്കുന്നവരാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും. നമ്മൾ അങ്ങനെ സംശയിക്കുന്നു. അതിന് കാരണം ഇതുതന്നെയാണ്. ഈ സഭ ചെയ്യുന്ന നന്മ കണ്ടിട്ട് മറ്റുള്ളവർക്ക് സഹിക്കണില്ല, ഇരിക്കപ്പൊറുതിയില്ല. അപ്പൊ ഇതിനെ നശിപ്പിച്ചേ അടങ്ങൂ. അതിന് വിവിധ ചാനലുകളും വിവിധ സംഘടനകളും ജിഹാദി ഗ്രൂപ്പുകളും ഹിജാബ് ഗ്രൂപ്പുകളും ഒക്കെ ഇറങ്ങിയിരിക്കുക. ഒരു ചെറിയ സമുദായമാണ് നമ്മൾ, പക്ഷെ അതിനെങ്ങനെയെങ്കിലും നശിപ്പിക്കണം. കാരണം നമ്മൾ ചെയ്യുന്നത്, ചെറിയ സമുദായം ചെയ്യുന്നത് വലിയ നന്മയാണ്, വലിയ ചാരിറ്റിയാണ്, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ചാരിറ്റിയാണ്. അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവരൊക്കെ ചെയ്യും, അവരുടെ ജാതിക്കും അവരുടെ വർണ്ണത്തിനും അവരുടെ മതത്തിനും. കത്തോലിക്കർ അങ്ങനെയല്ല, ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. ഇതാണ് അവരെ വിരളി പിടിപ്പിക്കുന്നത്. മാത്രമല്ല ക്രിസ്ത്യാനികൾ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കില്ല. കാരണം യേശുദാവൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ജീവിക്കുന്ന ഒരു സമുദായമാണ് ക്രിസ്ത്യാനികള്. യേശുദാവൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നവര്. തീർച്ചയായിട്ടും പുഴുക്കൊത്തുകളും പാപവും തിന്മയൊക്കെ എല്ലാ സമുദായത്തിലുമുണ്ട്. എങ്കിലും പൊതു സ്വഭാവം നോക്കുക, മറ്റേത് മതസമുദായത്തെ വെച്ച് നോക്കിയാലും തിരിച്ചടിക്കാത്ത ഒരു സമുദായമാണ് ക്രിസ്ത്യാനികൾ. അവർക്കെതിരെ സിനിമകൾ ഇറക്കുന്നു, അവർക്കെതിരെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, അവർക്കെതിരെ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, എന്തെല്ലാം കാര്യങ്ങളാണ്. കോടതി ഇല്ലെന്ന് പറഞ്ഞാൽ അതില്ലാണ്ടാവുമോ? കോടതിയുടെ മുമ്പിൽ സർക്കാർ കൊടുക്കുന്ന തെളിവുകൾ, പോലീസുകളുടെ തെളിവ്, അതല്ലേ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. കോടതി പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യമാകണമെന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് അജണ്ടകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരെല്ലാം പുണ്യാളന്മാരും മതനേതാക്കളെല്ലാം പാപികളുമാണെന്ന് പ്രചരിപ്പിക്കുക. വാസ്തവത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞതാണ് കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ. ആ കാടിന്റെ നിയമമല്ലേ നടക്കുന്നത്? പലപ്പോഴും പല കോടതികൾ പോലും ആ വഴിക്കല്ലേ സഞ്ചരിക്കുന്നത്. ആരാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് അവരുടെ താല്പര്യങ്ങളല്ലേ സംരക്ഷിക്കപ്പെടുക. ഭൂരിപക്ഷത്തിന്റെ പേരില് ഒരു ന്യൂനപക്ഷമല്ലേ ശരിക്ക് ഇല്ലേ അവരല്ലേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുന്നത്. അപ്പോൾ ഈ മിക്ക കത്തോലിക്ക പള്ളികളും കാര്യങ്ങളെല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നതെങ്കിലും, അൽമായരാണ് കാര്യനിർവഹണം നടത്തുന്നതെങ്കിലും അതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ശരിയല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നെല്ലാം പ്രചരിപ്പിച്ച് ഇതിനേക്കാൾ ജനാധിപത്യം ഉണ്ടാകും പള്ളിഭരണം BJP-യെയും SDPI-യെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഏൽപ്പിച്ചാലെന്ന് ചിലർ വിചാരിക്കുന്നു. അവരെല്ലാം പുണ്യാളന്മാരാണല്ലോ, പള്ളിയിലുള്ളവരെല്ലാം പാപികളും. അപ്പോൾ പള്ളി ഭരണം പാപികളെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി പാർട്ടിക്കാരായ പുണ്യാളന്മാരെ ഏൽപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ചർച്ച് ആക്ട് പറയണേ. ഞാൻ ആവർത്തിക്കുക, എറണാകുളത്തെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മറ്റെല്ലാ രൂപതകളിലും പള്ളിയുടെ പണം കൈകാര്യം ചെയ്യുന്നത്, വസ്തു കൈകാര്യം ചെയ്യുന്നത് അൽമായരാണ്. ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന കൈക്കാരന്മാരാണ്. ആ കൈക്കാരന്മാര് ബന്ധപ്പെട്ട ബോഡികളിലെല്ലാം കണക്ക് അവതരിപ്പിക്കണം, അത് ഓഡിറ്റ് ചെയ്യണം, ഓഡിറ്റ് ചെയ്ത് അരമനയിൽ ഏൽപ്പിക്കണം. അവിടെയും ഓഡിറ്റിംഗ് ഉണ്ട്. ബന്ധപ്പെട്ട ഈ പ്രസ്ഥാനങ്ങളും സംഘടനകള് അവരുടെ അൽമായരല്ലേ അതിന്റെ പണം കൈകാര്യം ചെയ്യുന്നത്. അച്ഛൻ വികാരി എന്ന നിലയിൽ എല്ലാത്തിനും അച്ഛന്റെ മേലൊരു അച്ഛന് ഒരു വീറ്റോ പവർ ഉണ്ട്, അച്ഛനൊരു ആധ്യാത്മിക ശക്തിയുണ്ട്, ആധ്യാത്മിക പവർ ഉണ്ട്. പിന്നെ ഒരു ഇടവകയുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വികാരി അച്ഛന് വലിയ സ്വാധീനമുണ്ട്. അതെല്ലാം ഈ ബോഡികളെല്ലാം സ്വാധീനിക്കും. പക്ഷേ അൽമായരല്ലേ ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, പ്രത്യേകിച്ചും പണം വസ്തു കാര്യങ്ങളൊക്കെ. അത് വികാരി അച്ഛനല്ലല്ലോ. ഈ സാധാരണ മനുഷ്യർക്ക് ഇത്രയും പ്രാതിനിധ്യം കൊടുക്കുന്ന മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനം ലോകത്തുണ്ടോ കത്തോലിക്ക സഭയല്ലാതെ? ഞാൻ ആവർത്തിക്ക് എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്യുന്നില്ലേ? ആ ഓഡിറ്റ് ചെയ്ത കണക്ക് നമ്മൾ അരമനയിൽ കൊടുത്ത് അവിടെയും ഓഡിറ്റ് ചെയ്യുന്നില്ലേ? ഇത്രയും സുതാര്യമായിട്ട് ലോകത്ത് എവിടെയുണ്ട് ഒരു പ്രസ്ഥാനം? ഇത്രയും ജനാധിപത്യപരമായിട്ട് എവിടെയുണ്ട് ലോകത്തിലൊരു പ്രസ്ഥാനം? ഈ ചർച്ച് ആക്ട് സിംബോസിയോ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട്
ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് നടപ്പാക്കാനല്ലച്ചോ, ഇത് നടപ്പാക്കണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, മെത്രാന്മാരെ പിപ്പിടി കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സിമ്പോസിയം സംഘടിപ്പിക്കുന്നത്. ഇതൊരു പ്രഹസനമാണ്, മെത്രാന്മാരെ പിപ്പിടി കാണിക്കാൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ അതേ വചനം ഇവിടെ നിങ്ങൾ ആവർത്തിക്കുകയാണ്. പിശാചിനെയും പിശാചിന്റെ കുട്ടിപ്പിശാചുക്കളെയും കൈകാര്യം ചെയ്യുന്നവരാണ് മെത്രാന്മാരും വൈദികരും. അതിനുള്ള പരിശീലനവും മെത്രാന്മാർക്കും അച്ഛന്മാർക്കും കിട്ടുന്നുണ്ട്. സാത്താനെയും പിശാചുക്കളെയും കുട്ടിപ്പിശാചുക്കളെയും ദുർഭൂതങ്ങളെയും കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരും അതിന് കഴിവുള്ളവരും അത് പരിശീലിക്കുന്നവരുമാണ് അച്ഛന്മാരും മെത്രാന്മാരും. അവരെ നിങ്ങൾ പിപ്പിടി കാണിക്കാൻ പോണേ, പേടിപ്പിക്കാൻ പോണേ? നിങ്ങൾക്കതിന് കഴിയോ? ജനം മുഴുവൻ സഭ ഉപേക്ഷിച്ചാലും മെത്രാന്മാർ പേടിക്കില്ല. ഈ കിഴക്കൻ ജർമ്മനിയിലൊക്കെ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. കാരണം അപ്പോഴും അവരുടെ സുരക്ഷിത താവളം അവർക്കുണ്ടാകും. ജനം മുഴുവൻ പോയാലും മെത്രാന്മാർക്ക് സുരക്ഷിത താവളം ഉണ്ടാകും. ചർച്ച് ആക്ട് വന്നാലും മെത്രാന്മാർക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. അവരുടെ വിഹിതം സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും പദവി ആയാലും അവർക്ക് അപ്പോഴും കിട്ടും. അതുകൊണ്ടാണ് പള്ളി സ്ഥാപനത്തിൽ വെച്ച് ചർച്ച് ആക്ട് സിമ്പോസിയം നടത്താൻ അവരനുവദിക്കുന്നത്. പിന്നെ മാത്രമല്ല, എറണാകുളത്ത് നാഥനില്ല, കളരിയാണ്. അവിടെ ആർക്കും എന്തും ചെയ്യാം. അവിടെ മെത്രാന്മാരും ഇല്ല, മെത്രാപ്പോലിത്തന്മാരും ഇല്ല. ഉണ്ടെന്ന് പറയുന്നവരൊക്കെ അവർക്ക് ഈ പറഞ്ഞ തെമ്മാടിത്തരത്തിൽ കൂട്ടുനിൽക്കുന്നവരുമാണ്. പിന്നെ നമ്മുടെ മെത്രാന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. ലിറ്റർജിയുടെ കാര്യം ചങ്കൂറ്റത്തോടെ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തോട് യോജിച്ചു പോകുന്ന തരത്തില് പരിഹരിച്ചിരുന്നുവെങ്കിൽ നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്താമായിരുന്നു. സഭാ നേതൃത്വത്തിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകുമായിരുന്നു. ആ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരം പരിപാടികൾ തലപൊക്കുന്നത്. ഈ എറണാകുളത്തെ ഒരു പ്രശ്നത്തിന്റെ പേരില് നിങ്ങൾ പള്ളിക്ക് കൊടുക്കുന്ന സംഭാവനകള് സകല രാഷ്ട്രീയക്കാർക്കും അവരെ നിയന്ത്രിക്കുന്ന ഹിജാബുകാർക്കും ജിഹാദികൾക്കും കാവ്യവസ്ത്രക്കാർക്കും പാർട്ടിക്കാർക്കും വീതം വെക്കണമെന്ന് താല്പര്യമുള്ളവര് ചർച്ച് ആക്ട് വേണോ അത് അനിവാര്യമോ എന്ന ചർച്ചയിൽ പങ്കെടുക്കുക, അല്ലാത്തവര് വിട്ടുനിൽക്കുക. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാണ്. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. ഈ എറണാകുളത്തെ ഒരു പ്രശ്നത്തിന്റെ പേരില് നിങ്ങൾ പള്ളിക്ക് കൊടുക്കുന്ന സംഭാവനകളും പള്ളിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും സകല രാഷ്ട്രീയക്കാർക്കും അവരെ നിയന്ത്രിക്കുന്ന ഹിജാബുകൾക്കും ജിഹാദികൾക്കും കാവ്യവസ്ത്രക്കാർക്കും പാർട്ടിക്കാർക്കും വീതം വെക്കണമെന്ന് താല്പര്യമുള്ളവര് ചർച്ച് ആക്ട് വേണോ അത് അനിവാര്യമെന്ന ചർച്ചയിൽ പങ്കെടുക്കുക, അല്ലാത്തവര് വിട്ടുനിൽക്കുക. ഉത്തരം കിട്ടിയല്ലോ. ഇനി ഒരു വാൽക്കഷ്ണം. മാണിപ്പറമ്പിലച്ചന്റെ കാര്യപരിപാടികൾ ചാർട്ട് ചെയ്യാനോ ആസൂത്രണം ചെയ്യാനോ പ്രഖ്യാപിക്കാനോ എറണാകുളത്തെ ഒരു ലൂക്കോസുമാരെയും ഞാൻ നിയമിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ അവരുടെ ഒരു പ്രത്യേക ഗ്രൂപ്പുമായി സഹകരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൊടുത്ത ഒരു മറുപടി, ഒരു സ്വകാര്യ വോയിസ് മെസ്സേജ് എന്റെ അനുവാദമില്ലാതെ, എന്റെ അനുവാദമില്ലാതെ പരസ്യമാക്കിയ നെറിവുകേട്, നെറിവുമില്ലായ്മ, അതാണ് ഈ ലൂക്കോസുമാര് കാണിക്കുന്നത്. സഭയുടെ പേരും പറഞ്ഞ് മാമോനെ സേവിക്കുന്ന അത്തരം ലൂക്കോസുമാരെ തീർത്തും മാറ്റി നിർത്തുക. അടുപ്പിക്കാനേ പാടില്ല. പണസമ്പാദനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.